നിമിഷം, ഈ യാത്ര, ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല, പ്ലാൻ ചെയ്തതുമല്ല. എൻ്റെ ഡെസ്റ്റിനി, എൻ്റെ ഡെസ്റ്റിനേഷൻ ഡിസൈഡ് ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു പോവില്ലെന്ന് കരുതിയിടത്തേക്കുള്ള യാത്ര. എങ്ങോട്ട്, എന്തിനു വേണ്ടിയെന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ യാത്ര എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് നിങ്ങൾ അറിയണം. രഘുദേവപുരം എൻ്റെ നാട്. രാസവളം ഉപയോഗിക്കാതെ കൃഷി ചെയ്ത് ലാഭേച്ഛയില്ലാതെ ആളുകളുടെ വിശപ്പകറ്റുക, അതാണ് കാലങ്ങളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ രീതി. എന്തോ അനിയൻകുട്ടൻ കഴിച്ചോ? അവൻ കഴിച്ചോളൂ. ഇങ്ങനെയാണ് വിളമ്പി കൊടുക്കുന്നത്. ഞാൻ കൊടുത്തോളാം. കുറച്ചുകൂടി ഇടട്ടെ. ഞാനും ഏട്ടത്തിയും ചെറിയച്ഛനും പിന്നെ ഏട്ടന്റെ കൂട്ടുകാരും. ഏതൊരു നാട്ടിലും ഒരു നല്ലവനുണ്ടെങ്കിൽ ഒരു ദുഷ്ടനും ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിലെ ആ ദുഷ്ടനാണ് പാപ്പാറാവ്, തൊട്ടുമുന്നിലെ ഹോട്ടലിലെ ഓണർ. രാജാറാം, എന്താണോ തന്റെയൊക്കെ വിചാരം? ഞങ്ങള് ലക്ഷങ്ങൾ മുടക്കി അവിടെ ഹോട്ടൽ നടത്തുമ്പോ താനിവിടെ പിച്ചക്കാർക്ക് കൊടുക്കും പോലെ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ഞണ്ണാൻ കൊടുത്ത എങ്ങനെയാ? എന്താടോ, എന്താ എഴുതി വെച്ചിരിക്കുന്ന? എന്ത് റേറ്റ് ആണോ ഇത്? താനിവിടത്തെ റേറ്റ് കൂട്ടുന്നത് വരെ ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും തന്നെ ഹോട്ടൽ നടത്താൻ സമ്മതിക്കില്ല. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ ശ്രദ്ധിക്കട്ടെ സർ. വരട്ടെ. ശരി. രാജാറാം കംപ്ലൈന്റ് കൊടുത്തെന്ന് കേട്ടു. ആ പേപ്പർ കൊണ്ട് മിച്ചറിന് കുമ്പിള് കുത്തി. ആഹാ, ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ അവറുകൾക്ക് രാജാറാം ഉച്ചക്ക് 2 മണിക്ക് ഞാൻ ജൈവഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ അയാൾ അകത്തേക്ക് കയറി. ആരാണത്? പോയി പിടിക്കണോനെ. ആ ഇലയൊക്കെ നല്ലോണം തുടക്കണേ. ഓ ശരി. ആളുകളൊക്കെ വരാൻ എന്താ സാറേ ഒഴിക്ക്? നിങ്ങളുടെ അനിയനെ SI സാർ സ്റ്റേഷനിലേക്ക് വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെയും പ്രശ്നം ഉണ്ടാക്കി. രാത്രി പാപ്പാറാവ് സാറിന്റെ വീട് കത്തിച്ചത്രേ. വീട് കത്തിച്ചെന്നോ? സാറ് പൊക്കോ, ഞാൻ അവനെ കൊണ്ടുവന്നു. ആ ശരി. ചെയ്ത് തെറ്റ് തന്നെയല്ലേ നീയും ചെയ്തേ? നമ്മുടെ ലൈസൻസ് നമ്മൾ തിരിച്ചെടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ഒരു രീതിയുണ്ട്, നിയമമുണ്ട്, പോലീസുണ്ട്. ഓ പിന്നെ പോലീസ്, ആ പോലീസുകാരൻ പാപ്പാറാവിന് സപ്പോർട്ട് ആണെങ്കിൽ കോടതി പോണം. അതിനു പകരം വെട്ടാനും കൊല്ലാനും കത്തിക്കാനും നിന്നാ അവസാനം നിന്റെ ജീവൻ തന്നെ ആയിരിക്കും തൊലഞ്ഞു പോവുക. നിയമപ്രകാരം നോക്കിയാൽ നീ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടത്. എന്നാ പിന്നെ ശിക്ഷ പാപ്പാറാവിന് കൊടുത്തൂടെ? എന്താടാ നീ എല്ലാത്തിനും അങ്ങനെ തർക്കുത്തരം പറഞ്ഞു പഠിക്കുന്നത്? വിക്കി, ഇതൊക്കെ ഈ പ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളാ. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ എടുത്തിയായിട്ട് മുൻകോപം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല മോനെ. ഇങ്ങനെ പോയാ നിനക്ക് ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല. ഏട്ടൻ ഈ സ്വഭാവം ഒന്നും ഇല്ലാത്ത ആളല്ലേ, എന്നിട്ട് എന്ത് നേടി? ഞാൻ ചെയ്തു തന്നെ ഏട്ടാ ശരി. എന്താണ് നിന്റെ ശരി? ഈ ചെറിയ പ്രായത്തിൽ തന്നെ നിന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നടക്കണ സ്റ്റേഷനിലേക്ക്. അകത്ത് 2 ദിവസം കിടന്നല്ലേ നീയൊക്കെ പഠിക്കൂ. വിക്കി, ഏട്ടാ ഇനി എല്ലാം നേടിയിട്ടേ ഞാൻ തിരിച്ചു വരൂ. വിക്കി, മോനെ പോവല്ലേ? വിക്കി, ഭുവനേച്ചി, നമ്മുടെ വിക്കിമോ നാട് വിട്ടുപോയി. ആ യാത്ര ചെന്ന് അവസാനിച്ചത് കൽക്കത്തയിലായിരുന്നു. എങ്ങനെയും ജീവിക്കാവുന്ന ആത്മവിശ്വാസം അല്ലാതെ കൈമുതലായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ കഴിക്കും. ആ കൊണ്ടുവാ. ഒരെണ്ണം കൂടെ കൊണ്ടുവരും പിള്ളേരെ. വാ വാ ചാച്ചാ, നമ്മുടെ പിള്ളേർക്ക് എന്താന്ന് വെച്ചാ കഴിക്കാൻ കൊടുത്തേ. ശരി ആയിക്കോട്ടെ. അജയ് മോനെ ഇവരോട് കഴിക്കാൻ പറയും. ചാച്ചാ, അവനെ കൂടെ കഴിക്കാൻ വിളിക്ക്. എടാ കൊച്ചനെ,
ഒന്നിങ്ങി വന്നേടാ. എന്നാ കഴിച്ചോ മോനെ. എന്റെ കാശില്ല. ആദ്യം കഴിക്കേ, പകരം എന്തെങ്കിലും ജോലി ചെയ്താൽ മതി. ജോലി എന്താന്ന് പറ, ചെയ്തിട്ട് കഴിക്കാം. ഇപ്പൊ കഴിക്കുന്നതും പിന്നെ കഴിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? മുമ്പേ കഴിച്ച അത് ദാനം, എന്നാ പണിയെടുത്തിട്ട് കഴിച്ച അതിന്റെ കൂലി. ആരോട് എരന്ന് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു മോനെ. നീ ആളൊരു മെടുക്കനാടാ. എന്റെ കീഴിൽ ജോലിക്ക് നിൽക്കുന്നോ? ജോലിക്ക് നിൽക്കാം, പക്ഷെ നിങ്ങളുടെ കീഴിലല്ല, നിങ്ങളുടെ ഒപ്പം. നിന്നെ എനിക്ക് ഇഷ്ടമായടാ. നിന്നെ പോലെ ഒരാളെ എനിക്ക് വേണ്ടത്. വാ, ഇങ്ങോട്ട് വാ. എനിക്ക് കിട്ടിയടോ ചാച്ച. ഇവൻ ഇന്ന് മുതൽ എന്റെ മകനാ. അന്ന് കൽക്കട്ട മുഖർജി എന്നൊരു ഡോണിന്റെ അധീനതയിലായിരുന്നു. മുഖർജിക്കെതിരായി 2 കോടി രൂപയുടെ ഒരു കോൺട്രാക്ട് പിടിക്കാൻ ഗുപ്ത തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് മുഖർജിയുടെ ആളുകൾ അയാളെ തടഞ്ഞു. ആരെങ്കിലും തടയാൻ വന്നാ കൊന്ന് തള്ളു അവനെയൊക്കെ. മോനെ, വേണ്ട. ടെൻഡർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ക്യാഷ് അടച്ചിരിക്കണം. എടോ ഗുപ്ത, താൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അവനിവിടെ വരുമെന്ന്? അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ കാശുമായി ഇപ്പൊ നാട് വിട്ടേനെ. അവനിപ്പ ചത്ത് കാണൂടാ. തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഉള്ളപ്പോ ഈ പോർട്ട് ഏരിയയില് എന്റെ ബിസിനസ് സാമ്രാജ്യത്തില് ഒരുത്തനെ പോലും തലയിടാൻ അനുവദിക്കില്ല എന്ന്. ബാബാ, എന്റെ മോൻ വന്നടാ. $2 കോടി. നീ എന്താ പറഞ്ഞേ? ഇവനിങ്ങോട്ട് വരില്ല എന്നല്ലേ? വന്നത് കണ്ടോടാ. എന്റെ പുതിയ പാർട്ട്ണർ, എന്റെ പുലിക്കുട്ടിയാ. ഓർമ്മ വെച്ചോ നീയ്? ഇവൻ ഇപ്പൊ കളിച്ച ഈ കളിയുണ്ടല്ലോ, ഇതാണ് നിന്റെ തകർച്ചയുടെ തുടക്കം. ചലോ ബേട്ട, വാ. ഭയ്യ, അവനെ തട്ടിയേക്കട്ടെ. നിർത്ത. പീറച്ചെറുക്കൻ. ഭയ്യ, ആ വിക്കി നമ്മുടെ അണ്ടറിലുള്ള പോർട്ട് ഏരിയയിലെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉൾപ്പെടെ
എല്ലാ കോൺട്രാക്റ്റും സ്വന്തമാക്കി കഴിഞ്ഞു. അവനെ അന്നേ കൊന്നുകളയാന്ന് ഞാൻ നിങ്ങളോടൊക്കെ 1000 വട്ടം പറഞ്ഞതാ. എന്റെ വാക്കാരും കേട്ടില്ലല്ലോ. അവൻ പീറ ചെക്കനല്ലെന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞു. അവസാനം ഗുപ്തയെ കരുവാക്കി എന്നെ തോൽപ്പിക്കാൻ നോക്കി മുഖർജിയുടെ മകൻ. ഇപ്പൊ നിനക്ക് വിശ്വാസമായോടാ? ഇത്രയും കാലം ആ വിക്കി ഉണ്ടെന്നുള്ള അഹങ്കാരത്തില് ഇവൻ നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സിൽ അനാവശ്യമായി ഇടപെട്ടിരുന്നു. ഇപ്പൊ നിന്നെ ആര് രക്ഷിക്കണം? मर गया साला। നീ തീർന്നടാ, നിന്റെ പണി തീർന്നടാ മുഖർജി. ഓർമ്മയുണ്ടോടാ? ഇവനാണ് വിക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവനാള് ഭയങ്കര ഡേഞ്ചർ ആണെന്ന്. നിന്റെ ഓട്ടോബയോഗ്രഫിയില് ലാസ്റ്റ് ചാപ്റ്റർ ഫിനിഷ്. നീ ജീവിതത്തിൽ ഒന്നും ആവില്ല നേട്ടം പറഞ്ഞ വാക്കുകൾക്ക് നേരെ വിപരീതമായി പണവും അഭിമാനവും അന്തസ്സും ഒക്കെ ഞാൻ നേടി. ആ സമയത്ത് എനിക്ക് സ്നേഹം തന്ന എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഭൈരവിയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം ഭൈരവി ഞങ്ങളോട് പറഞ്ഞു. കാര്യമൊക്കെ ശരിയാ. പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും മാത്രം മതി. പക്ഷേ വിവാഹത്തിന്റെ കാര്യത്തിൽ രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കണം. തന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്ന് കുടുംബക്കാരുമായിട്ട് സംസാരിക്കാം. അങ്ങനെ ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ആളല്ല സർ. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടൽ തന്നെയുണ്ട്. ഞങ്ങളുടെ കിടപ്പ് അവിടെ തന്നെ. ഞങ്ങളുടെ ബോസിന്റെ ഓഫീസും വീടും ഒക്കെ ആ 5 സ്റ്റാർ ഹോട്ടൽ തന്നെയാ. ഓ, കൊച്ചിന്റെ ജീവിതം കോഞ്ഞാട്ട. കേറി കിടക്കാൻ കിടപ്പാടം പോലുമില്ല. എന്നിട്ട് കല്യാണം ആലോചിച്ചോട്ട് വന്നേക്കുവാ ബോസ്. വീടിനെ കുറിച്ച് ടെൻഷൻ വേണ്ട. കല്യാണം കഴിയാത്തോണ്ട് ഇങ്ങനെ പോയെന്നേ ഉള്ളൂ. കൽക്കത്തയിലെ ഏത് ഏരിയയിൽ വേണമെന്ന് പറഞ്ഞാൽ മതി. നാളെ രാവിലെ തന്നെ രജിസ്ട്രേഷൻ നടത്തി തറക്കല്ലിട്ടേക്കാം. വീടെന്ന് പറയുമ്പോൾ അത് വെറും ഒരു കെട്ടിടം മാത്രമല്ല, അതിലൊരു കുടുംബം ഉണ്ടാവണം. പണം ഉണ്ടെങ്കിൽ നമുക്ക് പണക്കാരനാവാം, പക്ഷെ കുടുംബം ഉണ്ടെങ്കിലേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് ആരാ സർ കൂട്ടുകുടുംബമായിട്ട് കഴിയുന്നത്? കല്യാണം കഴിഞ്ഞ ഉടനെ തനിച്ചു പോവുമല്ലേ? അത് തെറ്റാണ്. സ്വർണ്ണ തളികയുണ്ടെങ്കിലും വയറു നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റാത്തവർ, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടെങ്കിലും കണ്ണടച്ച് കിടന്നാലും ഉറങ്ങാൻ പറ്റാത്തവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ ജീവിതത്തിലെ വിജയങ്ങൾ ആഘോഷിക്കുവാനും വിഷമങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനും ഒരു കുടുംബമില്ലാത്തതുകൊണ്ട്.
സ്വത്തോ ഒരു കുടുംബം ഇല്ലെങ്കിൽ തനിക്ക് എത്ര സമ്പാദ്യം ഉണ്ടെന്ന് പറഞ്ഞാലും താനൊരു ദരിദ്രനാണ്. ഇനി എത്രയൊക്കെ പേര് തന്റെ ചുറ്റിനുമുണ്ടെങ്കിലും താനൊരു അനാഥന. ഞങ്ങളുടെ മോളെ തന്നെ പോലെ ഒരു അനാഥന്റെ കയ്യിലേൽപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ അനാഥനല്ല. എനിക്കൊരു ഫാമിലി ഉണ്ട്. അത് ശരി. ഫാമിലി ഉണ്ടായിട്ട് പിന്നെ താനെന്താ ഇല്ലാന്ന് കള്ളം പറഞ്ഞത്? ചെറുപ്പത്തിലൊരു വഴക്കുണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ ഞാൻ. ഏത് കുടുംബത്തിലാ വഴക്കില്ലാത്തത്? ഞങ്ങൾ തമ്മിൽ ഇവിടെ പലപ്പോഴും വഴക്കിടാറുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ഞങ്ങൾ ഒന്നിക്കുകയും ചെയ്യും. ആ ഒരുമയാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. ഞാനൊന്ന് പറയട്ടെ മോനെ, രക്തബന്ധങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും അത് അറ്റുപോവില്ല. ഞങ്ങളുടെ മോളെ നിന്റെ വീട്ടിലേക്ക് അയക്കണമെങ്കിൽ നിന്റെ കുടുംബക്കാരുമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കണം. പോയിട്ട് വാ മോനെ. 14 വർഷങ്ങൾ കഴിഞ്ഞുള്ള ഈ യാത്ര ഏട്ടനെ ഏട്ടത്തെയും കാണാൻ വേണ്ടിയാ. അവരെന്നോട് എന്താടാ ഇത്ര നാൾ വരാഞ്ഞെന്ന് ചോദിച്ചാ തല കുനിച്ച് നിൽക്കാനേ പറ്റൂ. അതല്ലാതെ മറ്റൊരു വഴിയില്ല. നമ്മളെ തല്ലുന്നവരെ പോലും തിരിച്ചു തല്ലരുതെന്ന് പറയുന്ന ഏട്ടനോട് കൽക്കത്തയിൽ ഞാൻ എന്ത് ചെയ്തിട്ടാ ഇത്രയും കാശുണ്ടാക്കിയെന്ന് എങ്ങനെ പറയും? മക്കൾ ചെയ്യുന്ന തെറ്റ് മാതാപിതാക്കൾ ക്ഷമിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. എല്ലാം നന്നായി നോക്കിക്കോണം. പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയേ. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. മോളെ ജനനി, നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? നിന്റെ ചെറിയച്ഛനത്. ഞാൻ ചെറിയച്ഛന്റെ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ആളാകെ മാറിപ്പോയി. മോൾക്ക് ഒരു മാറ്റമില്ല, ചെറുപ്പത്തിൽ കണ്ടുപോലെ തന്നെ ഉണ്ട്. എന്താ ഭുവി, നമ്മുടെ ബിക്കി വന്നിരിക്കുന്നത് കണ്ടില്ലേ? അതിനെന്താ താലപ്പൊളി എടുക്കണോ ഞാൻ? അത് ഒഴിഞ്ഞിടണോ? നീ ഇങ്ങനെ ദേഷ്യം കാണിച്ചെങ്ങനെയാ? ഞാൻ സംസാരിക്കാം. ഏട്ടത്തിക്ക് സുഖമല്ലേ? ഏട്ടത്തി എന്നുള്ളതിന്റെ വിളി കേട്ടിട്ട് 14 വർഷങ്ങളായി. ഈ കാലത്തിനിടയ്ക്ക് നിന്നെ കാത്തിരിക്കാത്തൊരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.
എല്ലാ ദിവസവും ഈ കൈകളുണ്ട് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കും. അതൊന്നും നിനക്ക് പറഞ്ഞ് മനസ്സിലാവില്ലല്ലോ. എന്റെ സ്ഥാനത്ത് നിന്റെ അമ്മയായിരുന്നെങ്കിൽ ഇത്രയും നാള് നീ ഇങ്ങനെ പിരിഞ്ഞിരിക്കുമായിരുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് നിനക്കൊരു ഫോൺ പോലും ചെയ്യാൻ തോന്നിയോ? ഇങ്ങനൊരു കുടുംബമുള്ള കാര്യം പോലും നീ ഓർത്തില്ലല്ലോ. അതോ ഞങ്ങൾ എല്ലാരും മരിച്ചു പോയെന്ന് വിചാരിച്ചോ നീ? എന്താ എന്റെ പൂരമോളായി അനിയൻകുട്ടൻ തിരിച്ചു വരാൻ വേണ്ടി പൂജയും വഴിപാടുമായിട്ട് നടന്നതല്ലേ, എന്നിട്ട് ഇപ്പൊ കിടന്ന് മോങ്ങുന്നോ? ഏട്ടത്തി പറഞ്ഞോട്ടെ ചെറിയ അമ്മയായിരുന്നെങ്കിൽ 4 എണ്ണം തന്നിട്ടല്ലേ സംസാരിക്കൂ. എന്റെ ഏട്ടത്തി ആയതുകൊണ്ടല്ലേ ഇങ്ങനെ വഴക്കിലൊതുക്കിയത്. എന്തിനാണ് ഞങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോയെ? ചെറിയ പ്രായത്തില് അതൊന്നും അറിയില്ലായിരുന്നു ഏട്ടത്തി. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയിട്ട് തിരിച്ചിങ്ങോട്ട് വരണമെന്ന് കരുതിയതാ. പക്ഷെ ആ ഓട്ടത്തിനിടയിൽ കാലം കടന്നുപോയത് അറിഞ്ഞില്ല. ഇനി ഒരിക്കലും ആരെയും വേദനിപ്പിക്കില്ല ഞാൻ. ചെറിയ വിക്കി കൂട്ടിക്കൊണ്ടുപോയി അവന്റെ മുറി കാണിച്ചു കൊടുക്കാം. അനിയൻകുട്ടാ, ഏട്ടൻ നിനക്ക് വേണ്ടി ഒരിക്കൽ മുറിയായത്. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരും നിന്നെ ഓർക്കാനായിട്ട്. അനിയൻകുട്ടാ, എത്ര വർഷങ്ങൾ കഴിഞ്ഞാണെന്നറിയോ നിന്റെ ഏട്ടന്റെ മുഖത്ത് ഇത്രയും സന്തോഷം ഞാൻ കാണുന്നേ. ആ സന്തോഷം ഇങ്ങനെ തന്നെ നിലനിൽക്കണം മോനെ. അത് മതി എനിക്ക്. ഏട്ടന്റെ സ്നേഹം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഏട്ടൻ ഞാൻ പറയുന്നത് മനസ്സിലാക്കിയില്ലെങ്കിലോ? ഗുരുവേ, അങ്ങയുടെ പാദങ്ങൾ തൊട്ട് വണക്കട്ടെ. ഓ നമോസ്തുതേ. എന്റെ മനുഷ്യൻ രാവിലെ എല്ലാം തുടങ്ങിയോ നിങ്ങള്? എന്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയൂ. ഈ വീട്ടിൽ സ്വന്തമായിട്ടൊരു സാധനം കുടിക്കാൻ പോലും പറ്റില്ലല്ലോ. അതെ ഭാഗവതരെ, എന്റെ മക്കള് നന്നായി ഒക്കെ പാടുന്നുണ്ടോ? ഇത് പാട്ടല്ലോ, തോട്ടാവട്ടെന്ന പോലെയല്ലേ. പുരുഷ്, എന്തൊരു ഉച്ചാരണമാണിത്? തോട്ട പൊട്ടുന്നു എന്നൊക്കെ. ഇവളെ MS സുബലക്ഷ്മിയാക്കും, ഇവന് ഞാൻ മൈക്കിൾ ജാക്സൺ ആക്കും. ക്ലാസ് എടുക്കാൻ സൗജന്യമായി ഇവിടെ സ്ഥലം തന്നിരിക്കുമ്പോ എങ്ങനെ ഫീസ് ചോദിക്കുക? ഇവർക്ക് രണ്ടുപേർക്കും ഫ്രീയാ. ആരെങ്കിലും സത്തോ? എന്തിനെങ്ങനെ കരയുന്നത്? എന്റെ സംഗീതം കരച്ചിലാന്നു, എന്റെ നെഞ്ചത്ത് കുത്തല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ സംഗീതം പഠിപ്പിക്കുന്ന ഭാഗവതരാ. പേര് സാവിത്രി. സാവിത്രി? അങ്ങനൊരു പേരോ? എന്തേ, ദിലീപിന് രാധയാവെങ്കില് അല്ലു അർജുന് പുഷ്പയാവെങ്കില് എനിക്ക് എന്തുകൊണ്ട് സാവിത്രി ആയിക്കൂടാ? എന്റെ ഗുരു ഉണ്ടല്ലോ, സ്ക്രീൻ പ്രസന്റേഷന് വേണ്ടി ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയതാ. ആണുങ്ങളുടെ പേര് സ്യൂട്ട് ആവാത്തോണ്ടാ അവസാനം പെണ്ണുങ്ങളുടെ പേരിട്ടത് സാവിത്രി. സ്യൂട്ട് ആവാത്തോണ്ടാണോ അതോ സെറ്റ് ആവാത്തോണ്ടാണോ? അതെന്റെ ഗുരുവിന്റെ പേഴ്സണൽ കാര്യമാ. മതിയടാ, അതിരിക്കട്ടെ. നിങ്ങൾ ആരാ? നമ്മുടെ രാജാറാമില്ലേ, അവന്റെ അനിയനാ. പേര് വിക്കി. കൽക്കട്ടയിലായിരുന്നു. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ ജ്യൂസ്. ചെറിയച്ചോ, 2 ഗ്ലാസ് വേണ്ട, 1.5 ഗ്ലാസ് മതി. ഒരുത്തൻ ഹാഫ് ടിക്കറ്റ്. ഒന്ന് ചോദിച്ചോട്ടെ, സംഗീതത്തിൽ താല്പര്യമുണ്ടോ? ഇല്ലേ ഇല്ല. എന്താ സാവിത്രി, അവൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അവനെ പഠിപ്പിക്കാൻ നിനക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. എന്തെങ്കിലുമൊക്കെ നടക്കുവോടേ. അയ്യോ, എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ. എന്താന്നറിയില്ല, എനിക്ക് ഈ പൊക്കമുള്ളവരെ കാണുമ്പോ ചരട് പൊട്ടുന്ന പോലെ ഒരു സാധനം എന്റെ ഉള്ളിൽ നിന്ന് കേറി വരും. എന്റെ ഗുരുവിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കേട്ടല്ലേ ശരീരം മുഴുവൻ തരിച്ചങ്ങ് കേറും മോനെ. അതിരിക്കട്ടെ, ഫ്ലൂട്ട് വായിക്കാൻ അറിയോ? തബല വായിക്കാൻ അറിയാം, വായിച്ചാലുണ്ടല്ലോ പിന്നെ താങ്കൾ. എന്തൊക്കെ ഐറ്റംസാ. നല്ല ചേച്ചി, ഈ അനിയന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? പോടാ വിക്കി, നീ കൽക്കട്ടയിൽ എന്താ ചെയ്യുന്നേ? അത് കൽക്കട്ടയിൽ എത്തിയ ഉടനെ ഞാനൊരു ബിസിനസ്മാന്റെ കൂടെ ജോയിൻ ചെയ്തേട്ടാ. ബിസിനസ്സോ? എന്ത് ബിസിനസ്? ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കമ്പനിയിൽ. ഈ കയറ്റുമതി ഇറക്കുമതി. മനുഷ്യരെയോ? സാധനങ്ങള്. അങ്ങോട്ട് പിടുത്തം കിട്ടില്ല അനിയൻകുട്ടാ. അത് വേറൊന്നുമല്ല ചെറിയ, പുറത്തുനിന്ന് ഒരു കമ്പനി എക്സ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇറക്കുമതി. അത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യും. എന്നിട്ട് അത് സുരക്ഷിതമായിട്ട് പാക്ക് ചെയ്ത് തിരിച്ചു കയറ്റി അയക്കും. അത്ര തന്നെ. കല്ലും വഴക്കൊന്നും ഇല്ലോ അല്ലേ? അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ലല്ലോ. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ പുറത്ത് രാമരാമ എന്ന് പറയും, ഉള്ളി കൃഷ്ണകൃഷ്ണ എന്ന് പറയും. അല്ല, ഈ ജോലിയൊക്കെ ചെയ്യുന്നതിന് എത്രയാ ശമ്പളം? ഒരു 75,000 വരെ കിട്ടും. അത്രേ ഉള്ളൂ? നമ്മൾ എത്ര സമ്പാദിക്കുന്നു എന്നുള്ളതല്ല കാര്യം, മോറൽസും പ്രിൻസിപ്പൽസും ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ചോദ്യം ചെയ്യലൊക്കെ ഒന്ന് നിർത്ത്, എന്നിട്ട് കഴിക്കാൻ നോക്ക്.
അല്ലെങ്കിലേ ഇതെല്ലാം തണുത്തു പോവും. മതി മോളെ. കറികളൊക്കെ ഇഷ്ടായോ? ഇതൊക്കെ കഴിക്കുമ്പോ എന്റെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരെ ഏട്ടത്തി. ഇതെല്ലാം നിന്റെ ഏട്ടത്തിയുടെ മാത്രം സ്പെഷ്യലാ, പുറത്തെങ്ങും കിട്ടില്ല. ഏട്ടത്തിയുടെ ഈ കൈപുണ്യം വീട്ടിൽ തന്നെ ഒതുങ്ങിയാ പോരാ, ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാം നമുക്ക്. എന്തേ യൂട്യൂബിലോ? വല്ല സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലൊക്കെ അല്ലേ ഇടണ്ടേ? യൂട്യൂബിലിട്ടിട്ട് എന്നാ കിട്ടാനാ? ഇത് എന്തറിഞ്ഞിട്ടാ? യൂട്യൂബിലിട്ടിട്ട് എന്ത് കിട്ടാനാണോ? മണി, നെയിം, ഫെയിം, പാചകം പഠിക്കുന്നവരെ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ, അറിയാത്തവരെ, അറിഞ്ഞവരെ എല്ലാരും ഇതൊക്കെ കാണില്ലേ? ഏട്ടത്തെ കയറി അങ്ങ് സ്റ്റാർ ആവൂലേ? മതി, എനിക്ക് സ്റ്റാർ ഒന്നും ആവണ്ട. എനിക്ക് ഏട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പുറകെ നിന്നാ മതി. എപ്പോഴും ഇങ്ങനെ ഏട്ടന്റെ പുറകെ നിന്നാ മതിയോ? ഒരിക്കൽ ഏട്ടന്റെ ഒപ്പം നിന്ന് നോക്ക്, അപ്പോഴല്ലേ ഏട്ടത്തെ 4 പേരെ അറിയൂ. ഫുഡിന്റെ കാര്യത്തിൽ നീ എന്ത് തീരുമാനം എടുത്താലും എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഈ എൻകറേജ്മെന്റ് മതി എനിക്ക്. നാളെ തന്നെ എന്റെ പിള്ളേരെ വിളിക്കുന്നു, വീഡിയോ എടുക്കുന്നു. വിക്കി, ഏട്ടത്തെ ഇനി ഒന്നും പറയണ്ട, എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. വല്ല ഉണ്ടെങ്കിൽ വിളമ്പ്, കഴിക്കട്ടെ. എന്താടാ? അതെ ബോസ്, എങ്ങനെ അറിഞ്ഞതെന്നറിയില്ല. ബോസ് ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ കാളികെട്ടിൽ അവർ അറ്റാക്ക് നടത്തി. നമ്മുടെ ആൾക്കാർ തിരിച്ചടിച്ചപ്പോ അവർ രക്ഷപ്പെട്ടു പോയി കളഞ്ഞു. ബോസ്, അവർ ബോസിനെ കുറിച്ച് എൻക്വയറി നടത്തുന്നുണ്ട്. അന്വേഷിച്ച് ഹൈദരാബാദിലേക്ക് വരുമെന്ന് എന്റെ പേടി. എടാ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ എനിക്ക് ഫാമിലി ഉണ്ടാവില്ല. അറിയാം ബോസ്, അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അതെ ബോസ്. എടാ, ഞാൻ ഹൈദരാബാദിലുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ഭൈരവിയോട് നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ കൂടെ നിങ്ങളും കയറിപ്പോരെ. അവിടുത്തെ കാര്യങ്ങള് അതുവരെ ഗുപ്തയോട് നോക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ ബോസ്. വിക്കി, എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ലടാ, എനിക്ക് നിന്നോട് സംസാരിച്ച് മതിയായില്ല. ഇത്രയും കാലം കഴിഞ്ഞ് നിന്നെ കണ്ടപ്പോ എന്റെ മനസ്സിന് എന്ത് സന്തോഷം എന്നറിയും നിനക്ക്. ചെറുപ്പത്തിൽ ഞാൻ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ചേട്ടനോട് ക്ഷമിക്കണം. എന്താ ഞാനതൊക്കെ എപ്പോഴും മറന്നു. പേടിയായിരുന്നു എനിക്ക്. അന്നത്തെ ആ ചോരത്തിളപ്പിൽ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ഓർത്ത്. ഇന്ന് നീ ആ സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം മാറ്റിവെച്ച് പുതിയൊരു മനുഷ്യനായി ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോ എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒരുപാട് സന്തോഷമായി ഏട്ടാ. ഏട്ടൻ തുടങ്ങിയ സുഖി ഭവൻ ഹോട്ടല് ചെയിൻ ഓഫ് ഹോട്ടൽസായി മാറിയില്ലേ? സെൻട്രൽ ഗവൺമെന്റ് അവാർഡ് എന്നൊക്കെ അറിഞ്ഞു ഞാൻ. നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ ആർക്ക് ഫുഡ് ബിസിനസ് ചെയ്യണമെങ്കിൽ ഏട്ടന്റെ ലൈസൻസ് വേണ്ടേ? എന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്തു പറ്റി ഏട്ടാ? വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. നിനക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. ഗുഡ് നൈറ്റ്, പോയി കിടന്നോളാം. ശരി ഏട്ടാ. എന്റെ ഫുഡ് പ്രോഡക്റ്റിന്റെ ലൈസൻസ് സാങ്ഷൻ പേപ്പറില് എന്താ താൻ ഒപ്പിടാത്തെ? ഒപ്പിടില്ല. താങ്ക് യു സർ. തന്റെ പ്രോഡക്ട്സിൽ കെമിക്കൽസ് കൂടുതലാ. എക്സ്പോർട്ട് പോയിട്ട് ഇന്ത്യയിൽ പോലും മാനുഫാക്ചർ ചെയ്യരുതെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സാ, സോഷ്യൽ സർവീസ് അല്ല. താൻ സോഷ്യൽ സർവീസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഏത് ബിസിനസ് ആണെങ്കിലും അത് ചെയ്യുന്നവർ ഒരു മിനിമം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എങ്കിലും വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. സുഖീ ഭവ. അവിടെ ഇപ്പോഴും താൻ പിച്ചക്കാർക്ക് വിളമ്പുന്നില്ലേ? നടക്കട്ടെ, അതിൽ ഞങ്ങൾ ഇടപെടില്ല. ദാ ഈ ഓർഗാനിക് ചെടിയുടെയും ഓർഗാനിക് ഫുഡിന്റെയൊക്കെ മഹത്വം വിളമ്പിക്കൊണ്ടിരുന്ന ദാ ഇതുപോലൊരു സർക്കാർ ജോലിയോ കർഷക സ്ത്രീയോ കിട്ടുമെന്നല്ലാതെ 10 പൈസയുടെ ഗുണം ഉണ്ടാവില്ലടാവേ. ഈ രാജ്യത്തെ 147 കോടി ജനങ്ങളുടെ ആരോഗ്യം എന്റെ ഈ ഒരു ഒപ്പിലടങ്ങിയിരിക്കുന്നത്. അവർ ഈ ഓർഗനൈസേഷന്റെ മുദ്ര കണ്ടിട്ടാണ് ഇത് കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന വിശ്വാസത്തോടെ വാങ്ങിക്കഴിക്കുന്നത്. ആ വിശ്വാസം തന്റെ ബിസിനസിന് വേണ്ടി എനിക്ക് തകർക്കാൻ പറ്റില്ല. റോങ് സൈഡിൽ കയറി കളിക്കല്ലേ രാജാറാം. താനിത് ചെയ്ത് തന്നില്ലെങ്കിൽ കോൺസിക്വൻസസ് വളരെ ഭീകരമായിരിക്കും. നമുക്ക് കാണാം. എന്റെ പ്രമേസസിൽ ഒരിക്കലും നിങ്ങളെ പോലുള്ള ആളുകൾ ഉണ്ടാവാൻ പാടില്ല. ഗെറ്റ് ഔട്ട്. I'll see your end. ഏട്ടാ, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഭുവനേശ്വരി,
ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അനിയും കൂട്ടാൻ അറിയരുത്. എനിക്ക് ഇനി അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ചെറിയച്ഛനോടും പറഞ്ഞേക്കാം. നല്ല കീടിലും വീട്. അപ്പൊ ഇതും ഷൂട്ട് ചെയ്യണോ? പിന്നെ വേണം. പിന്നെ അവിടെ ഇരിക്കുന്ന ചെടിച്ചിട്ടില്ല, അത് എടുത്തേക്ക്. ഈ റെഡ് കളർ പെയിന്റിംഗ് കൊള്ളാല്ലേ? അത് റെഡ് അല്ലടാ, പിങ്കാ. പിങ്കാ? പിന്നല്ലാതെ. ഓ, ആ ജിപ്പ് നമ്മൾ ഇങ്ങനെ എങ്ങോട്ടായി തള്ളിക്കറി പോന്നെ? ഹലോ പുരുഷോത്തമൻ ചേട്ടാ, ഹൗ യു? എന്റെ പേരെങ്ങനെ തനിക്കറിയാം? ചേട്ടന്റെ മുഖം കണ്ട അറിഞ്ഞൂടെ ഉത്തമ പുരുഷനാണെന്ന്? എന്താ ശരിയല്ലേ ഏട്ടാ? ഉത്തമ പുരുഷനല്ലേ? അത് പുരുഷനേ അല്ലേ? അച്ഛാ, അച്ഛനും ഞാനും ഒരു റൂമിൽ ഒരുമിച്ചല്ലേ കിടന്നുറങ്ങിയത്. പിന്നെ രാവിലെ അമ്മയുടെ മുറിയിൽ കണ്ടല്ലോ. അതെ, നിന്റെ അമ്മയ്ക്ക് തലവേന വന്നപ്പോ അമൃതാഞ്ചി എത്തിച്ചു കൊടുക്കാൻ പോയതാ. പൊക്കടാ പോയി കളിച്ചോ. പുരുഷൻ തന്നെയാണ്. അല്ല, ഏതാ ഈ കൊച്ച്? കൊച്ചല്ല, വലുതാ. വലിയ കൊച്ച്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കുന്നുണ്ടല്ലോ. എന്താടാ പുരുഷോത്തമ, ഏതാടാ ഈ പിള്ളേര് തെറ്റൊക്കെ? നമസ്കാരമുണ്ട്. അയ്യോടാ എന്റെ പൊന്നുമക്കളെ, എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയടാ? പേര് മാത്രമല്ല, സകല കാര്യം അറിയാം. ചേട്ടന്റെ കാലിന്റെ വേദന എന്നോട് കുറവുണ്ടോ? അതൊക്കെ പമ്പ കടന്നില്ലേ? ഇയാളുടെ ചെറിയ ചെറിയച്ചോ, ഏട്ടത്തിയുടെ കുക്കറി ഷോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൽക്കത്തയിൽ നിന്ന് വരുത്തിയത് വരെ. അതിനായിരുന്നോ? അത് പറയണോ? ചെല്ല്, ഞാൻ പോയി എല്ലാവർക്കും ജ്യൂസ് കൊടുത്തയക്കാം. കഴിക്കാൻ എടുത്ത് വെക്കാം. ഏട്ടാ, ഇത് ഭൈരവി, യൂട്യൂബില് വലിയ സെലിബ്രിറ്റിയാ. ഏട്ടത്തിയുടെ കുക്കറി ഷോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വിളിപ്പിച്ചതാ. നമസ്കാരം. ഇത് ഡയറക്ടർ, ഇത് ക്യാമറമാൻ. ഇവൻ ഡയറക്ടർ, ഞാൻ ക്യാമറമാൻ സാർ. ഓ, ഇവരെന്റെ ഫ്രണ്ട്സ് ആണ്. അജു. എന്താടാ അത്? നീ ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞ അവര് ബോസ് എന്ന് വിളിക്കുന്നത്? ബോസ് അല്ല സാർ, ബോക്സ്. ലെൻസ് ബോക്സ്. ലെൻസ് ബോക്സ്. ശരി, പാചക പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരിക്കണം. എന്റെ ഭാര്യയുടെ കൈപുണ്യം ഈ ലോകം മുഴുവനും അറിയപ്പെടണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മടിക്കാതെ ചോദിച്ചോ. എനിക്ക് സാറിന്റെ അനിയനെയാ വേണം. അല്ല, അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അല്ല മോളെ, ഞാൻ മോളുടെ അസിസ്റ്റന്റായിട്ട് നിൽക്കട്ടെ? Let me know where should I stay. ഈ എന്താ പറഞ്ഞേ? റൂം എവിടെയാന്ന് ചോദിച്ചത്. ജനനി, ഭൈരവിക്ക് മുറി കാണിച്ചു കൊടുക്കുമ്പോൾ. ഓ ശരി, വാ ചേച്ചി. നിങ്ങൾ നടക്ക്. ലൊക്കേഷനൊക്കെ നമുക്ക് പിന്നെ കാണാം. നിങ്ങളുടെ റൂം മുകളിലാ. എടാ, നമ്മൾ താമസിക്കാൻ പോകുന്ന വീട് കണ്ട? നമ്മുടെ റൂം മുകളിലാണെന്ന് തോന്നുന്നു. വന്നേ, ഇതൊക്കെ ചവിട്ടി കയറണല്ലോ എന്റെ ദൈവം. എന്റെ മുഖത്ത് ഞാനാണോ പ്രശ്നം? നീയല്ല അതിനകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതങ്ങനെ കാണിക്കാൻ മാത്രമൊന്നുമില്ല, ഇത് ജസ്റ്റ് വയലിൻ. അതെ ലില്ലി, ഇത് ഫ്രഞ്ച് വയലിനാ. സിസിലിയോ സ്പെഷ്യൽ എഡിഷൻ, വെരി കോസ്റ്റ്ലി. അങ്ങനെ കണ്ണി കണ്ടെടുത്തൊക്കെ വെച്ച് പുറത്തെടുക്കാൻ പാടില്ല. അതും ഫ്രഞ്ച് വയലിൻ. കുഞ്ഞുനാള് തൊട്ട് എന്റെ ഗുരുവിന് വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ഒന്ന് വായിക്കാൻ തരുമോ? കുഞ്ഞുനാള് തൊട്ടോ ഗുരുവിന്റെ? ഗുരുവിന്റെ കുഞ്ഞുനാള് തൊട്ടാ. വയലിൻ വായിക്കാറുന്നല്ലേ? ഒരുവിധം വായിക്കും. അങ്ങോട്ട് തിരിയടാ, വായിപ്പിക്കാം. ഇപ്പൊ ഒന്ന് വായിച്ച് കേൾപ്പിക്കോ? ഞങ്ങളിപ്പോ ഒന്ന് കേറിയുള്ളൂ, ഒന്ന് ഫ്രഷ് ആയി വന്നിട്ട് വായിച്ചേപ്പിക്കാം. നിന്റെ വയലിൻ അയാൾക്കൊന്ന് കാണിച്ചു കൊടുക്ക്. അതിനകത്ത് ബോംബൊന്നും ഇല്ലല്ലോ. അല്ല, തോക്ക. എന്താ? Oh my God, your sense of humor is so vibrating. കുളിച്ച് വൃത്തിയായിട്ട് വരും, ഞാൻ ഇവിടെ തന്നെ കേട്ടിരിക്കും. അവനവന്റെ ഒരു വൈബ്രേഷൻ മാറ. പോയിട്ട് വന്ന് വായിച്ച് കേൾപ്പിക്കും. പുരുഷ് കൃത്യസമയത്ത് എത്തി. ഒരു സമ്മാനം ഞാൻ വെച്ചിട്ടുണ്ട്. അവനെ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ. എന്താ? അവൻ ആള് ശരിയല്ല. എന്നുവെച്ചാ 22 ഫീമെയിൽ കോട്ടയം കണ്ടോ? അവിടെ എങ്ങും ഒന്നുമില്ല. കണ്ണും കൊണ്ടാണോ വരുന്നത്? ഇവനാ ബോസ്, ഞാനാ ബോസ്. മര്യാദക്ക് പറഞ്ഞു, അല്ലെങ്കിൽ വായി പല്ല് കാണില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടുവന്നു. എന്തിനാടാ കൊണ്ടുവന്നേ? ബോസ് ഹൈദരാബാദിലുള്ള കാര്യം അറിഞ്ഞാൽ മുഖർജി എങ്ങാനും അറ്റാക്ക് ചെയ്താലോ എന്ന് പേടിച്ച് സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുവന്നതാ ബോസ്. ശരി, ഇത് ഏട്ടന്റെ കണ്ണിപ്പെടാതെ എടുത്തു വെക്കേ. ഇതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതോടെ തീരും എന്റെ കല്യാണവും ജീവിതവും ഒക്കെ. പിന്നെ ഞാൻ ഏട്ടന്റെ അടുത്ത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിസിനസ്സിൽ മാനേജർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തന്നെ പറയണം. യെസ് ബോസ്. ഇതെങ്ങനെയുണ്ട്?
സൂപ്പർ. അയ്യോ എന്തൊരു ഭംഗിയാ, എന്റെ കണ്ണു തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. ഭൈരവിയുടെ ഇഷ്ടത്തിന് എടുത്തതാ. കണ്ടോ ഏട്ടത്തി, ഭൈരവി എന്ത് കഴിവുള്ള കുട്ടിയല്ലേ. ഷീസ് വെരി ഇന്റലിജന്റ് ആൻഡ് ഓൾസോ ടാലന്റഡ്. ഇവിടെ ആര് കിട്ടിയാലും ഉണ്ടല്ലോ അവന്റെ ഒരു ഭാഗ്യം. നീക്ക് വാജ് അടിക്കാൻ വന്നാണോ ഷൂട്ട് ചെയ്യാൻ വന്നാണോ? ഷൂട്ട് ചെയ്തിട്ട് പോകാൻ നോക്കടാ. സർ വിൽ യു പ്ലീസ് കീപ് ക്വയറ്റ്? പുരുഷനോട് മിണ്ടായിരിക്കാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. എന്നോട് മാത്രം ഒരു കോപ്പിൽ ഇംഗ്ലീഷ്. ആ ക്യാമറയിലേക്ക് നോക്കി വേണം ചേച്ചി പാചകം ചെയ്യാൻ. അപ്പൊ ഇത് കരിഞ്ഞു പോയാലോ? അമ്മയ്ക്ക് ഇതൊന്നും പരിചയമില്ലല്ലോ. അതിന് പാചകം കാണിച്ചിട്ട് വേണ്ടേ? അത് ചില സമയത്ത് ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ. അതാ ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. നല്ല വെളിവുള്ള കുട്ടിയും കൂടി. ഇവളെ ഭാര്യയായിട്ട് കിട്ടുന്നവനുണ്ടല്ലോ, അത് ആര് തന്നെ ആയാലും അവന്റെ ഒരു യോഗം. എന്തൊരു ആക്ഷൻ ക്യാമറ. ഇപ്പൊ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഡിഷിനെ കുറിച്ച് ചേച്ചി നമുക്ക് പറഞ്ഞു തരും. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കിട്ട മീൻകറിയാ. വേപ്പില ഇട്ട ശേഷം ഉള്ളി ചതച്ച് ചേർക്കാം. പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടിയും ഒക്കെ ചേർക്കാം. മസാല നന്നായി തേച്ച് പിടിപ്പിച്ച് മീനും ദാ ഇതുപോലെ ഇടുക. ഭുവനേച്ചി കറി അടി പിടിച്ചെന്ന് തോന്നുന്നു. അതൊന്നും കുഴപ്പമില്ല, സെറ്റാണ്. അവളൊക്കെ ശരിയാ, കരിഞ്ഞല്ലോ. ഞാൻ ഒന്നുകൂടി ചെയ്തു നോക്കട്ടെ. അത് സാരല്ലേ ചേച്ചി, കറി കരിഞ്ഞു പോയ കാര്യം നമുക്കല്ലേ അറിയൂ, പരിപാടി കാണുന്നവർക്ക് അറിയില്ലല്ലോ. കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞാൽ മതിയെന്നേ. സൂപ്പർ കവറിംഗ്. ടാലന്റഡ്. അവളെ കെട്ടാൻ പോകുന്നവൻ ആരായാലും അവൻ ശരിക്കും ലക്കിയ. ഇതൊക്കെയല്ലേ നീ വിളിച്ചു പോകാൻ പോകുന്നത്? എന്തിനാണ് വെറുതെ വഴക്കിന് പോകുന്നത്? എന്തായാലും ഭൈരവി നല്ല മിടുക്കി കുട്ടിയ. പരിപാടി നന്നായിട്ട് അവതരിപ്പിച്ചു. വിക്കി എന്താ? നീ മുറിയിൽ നിന്ന് പുറത്തേക്ക് വാ. ഇപ്പോഴോ? എന്താ? എങ്ങോട്ടാ? എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ആരെങ്കിലും കണ്ടാലോ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്നാ നിന്റെ ഏട്ടനോട് ഏട്ടത്തോടും സംസാരിക്കും. എന്നിട്ട് നമുക്ക് ഒരു കട്ടില് കെട്ടിപ്പിടിച്ചാടുന്നു. അതൊക്കെ പറയാം. രാവിലത്തെ പ്ലാൻ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല. ഇപ്പൊ ഞാൻ വേറൊരു പ്ലാൻ പറയട്ടെ. അതെ, ഇടിമിന്നലൊക്കെ പോയിട്ട് കുറെ നേരമായി. ഇത്ര പെട്ടെന്ന് പോയ ഇടിമിന്നല്? മിന്നലൊക്കെ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ മോളെ. ജാനു റാണി, മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഒന്ന് മുകളിലോട്ട് വന്നേ. ആ ഭുവനേച്ചി ദേ വരുന്നു. ഒന്ന് പെട്ടെന്ന് ചേച്ചി വിളിക്കുന്നുണ്ട്. വാ, ആ പുരുഷവേട്ടനെ കൂടെ വിളിച്ചോ. പക്ഷേ ഈ മിന്നൽ അങ്ങനെയല്ല. വിക്കി, എന്താ വിക്കി ഇത്? ഏട്ടത്തി, ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. ഭൈരവി എന്നെ സ്നേഹിച്ചത്, കല്യാണം കഴിക്കാന്ന് പറഞ്ഞതും അവളാ. ഞാൻ പറഞ്ഞു ഏട്ടത്തി സമ്മതിക്കാതെ ഞാൻ കിട്ടില്ലാന്ന്. ആണല്ലേ? പ്രേമിച്ചത് ഇവള്, കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് ഇവള്. നിനക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല അല്ലേ? അതല്ലേ സത്യം? ശരി, നീ ഇങ്ങോട്ട് മാറിയുന്നു. നിന്റെ ഈ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. സത്യം എന്താണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. ഞങ്ങളുടെ മോളെ തന്നെ പോലെ ഒരു അനാഥന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ താല്പര്യമില്ല. ഇതായിരുന്നല്ലേടാ നിന്റെയൊക്കെ ഷൂട്ടിംഗ് പരിപാടി? എടാ, ആ പെങ്കൊച്ച് പറഞ്ഞതിനൊക്കെ നീയൊക്കെ കൈമണി അടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി. ഒറ്റ കീറ് വെച്ചാണല്ലോ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾക്കത് എപ്പോഴേ മനസ്സിലായതാ. ഏട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം. ഏട്ടൻ സമ്മതിച്ച നിന്റെ ഭാഗ്യം. അപ്പോ നീ ഞങ്ങളെ കാണാൻ വന്നതല്ല അല്ലേ? അതല്ല ഏട്ടാ, പറഞ്ഞ ഏട്ടനത് എങ്ങനെ എടുക്കും? എന്തിനാടാ നീ പേടിക്കുന്നത്? കഴിഞ്ഞ 14 വർഷമായിട്ട് നിന്നെ കാണാതെ വിഷമിച്ചിരുന്ന ഞങ്ങൾക്ക് നിന്നെ തിരിച്ചു തന്നത് ഭൈരവിയാ. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് വേറെ കിട്ടാനുണ്ടോ? മോളെ ഭൈരവി, മോള് വീട്ടുകാരെ വിളിച്ച കാര്യം പറയാം, ഞാൻ സംസാരിക്കാം. അത് കലക്കി വന്നേ. താങ്ക്സ് ഏട്ടത്തി.
ഒരു ആക്ഷൻ മൂവി കണ്ടോണ്ടിരിക്കുകയാണ്. ഹീറോ വെച്ചലക്കുക അന്യായി അടിയാണെന്നേ. നേരം കുറയായി, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഈ ഫൈറ്റ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പോയി കിടന്നോളാം. വിക്കി, നീ എന്താ ഇവിടെ? കുറച്ച് വെള്ളം കുടിക്കാൻ വന്ന നേരത്തെ. നീ എന്തിനാ എഴുന്നേറ്റ് വന്നേ? പറഞ്ഞാ ഞാൻ കൊണ്ടു തരില്ലായിരുന്നു. കുഴപ്പമില്ല. വിക്കി, എന്താ വിക്കി? എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടെ? വല്ല കള്ളന്മാരും ആയിരിക്കുന്നേ. നാട് മുഴുവനും ഇപ്പൊ കള്ളന്മാരെ ശല്യമാന്നേ. പകല് വീട് കണ്ടുവെക്കും, എന്നിട്ട് രാത്രി എല്ലാരും ഉറങ്ങി കഴിയുമ്പോ കണ്ണി കണ്ടതെല്ലാം കട്ടോണ്ട് പോകും. ഇതുവരെ കയറാത്ത കള്ളന്മാര് പെട്ടെന്ന് എവിടുന്ന വന്നേ? കള്ളന്മാർ ഓരോ ദിവസം ഓരോ വീട്ടിൽ കയറുന്നല്ലേ. ഇന്നിപ്പോ നിങ്ങളുടെ വീട്ടിൽ വന്നു. നന്നായി. വിക്കി കണ്ടുകൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല. മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി ശരി, വാ വാ വാ, വെറുതെ നിന്ന് മഞ്ഞു കൊള്ളണ്ട. നടക്ക നടക്ക നടക്ക. വരും. ബോസ്, കൃത്യസമയത്ത് തന്നെ ബോസ് എത്തിയത് എന്തായാലും നന്നായി. വീട്ടിലുള്ള ആർക്കൊന്നും പറ്റിയില്ലല്ലോ. അതെ ബോസ്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഇത്രയും നാളും ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത് എന്തുകൊണ്ടാന്ന്? ഞാൻ കാരണം ഒരാപത്ത് പേർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ട ബോസ്? മുഖർജി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നാളെ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കാം. അവന്മാരാരാണ്, ആരുടെ കൊട്ടേഷനാണ്, ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ മനസ്സിലാക്കി കൃത്യമായിട്ട് എനിക്ക് നാളെ തന്നെ കിട്ടിയിരിക്കും. ഓക്കെ ബോസ്. മോനെ, ഇതവന്റെ പണിയാ. 14 വർഷം കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നത്. അവന്റെ സന്തോഷവും സമാധാനവും എനിക്ക് വലുത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ശരിയാവില്ല. നമുക്ക് നാട്ടിലേക്ക് മാറി നിൽക്കാം. അപ്പോ പെട്ടെന്ന് എന്തിനാ നാട്ടിലേക്ക് പോകുന്നെന്ന് അനിയൻകുട്ടൻ ചോദിച്ചാല് നമ്മൾ എന്തു പറയും? എല്ലാം നല്ലതിനാണെന്ന് കരുതുക. അനിയൻ വരാതെ മഹാരുദ്രയാഗം നടത്തില്ലാന്ന് വാശിയിലല്ലായിരുന്നോ? ഇനിയിപ്പൊ എന്തായാലും അതൊട്ടും വൈകിക്കണ്ട. ഇന്ന് തന്നെ അതിനുള്ള ഏർപ്പാടുകൾ തുടങ്ങിക്കോളുക. അങ്ങ് പറയുന്ന പോലെ തന്നെ ചെയ്തോളാം. എല്ലാം ശുഭമാവും. ആ, ഇതാ അനിയൻകുട്ടൻ കെട്ടാൻ പോകുന്ന കുട്ടി. പേര് ഭൈരവി എന്നാ. ശുഭം. മോനെ, ഇനിയിപ്പൊ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഈ യാഗം പൂർത്തീകരിക്കേണ്ടത് മോന്റെ കടമയാ. ബോസ്, എടാ ഇവിടെയുണ്ട്. ബോസ്. ഓക്കെ മാഷ, അപ്പൊ നമുക്ക് പിന്നെ കണ്ടു. ബോസ്, ബോസ്, അന്ന് അവന്മാര് വീട്ടിൽ വന്ന് അറ്റാക്ക് ചെയ്തത് ബോസിനെ കൊല്ലാൻ വേണ്ടിയല്ല, പിന്നെ ബോസിന്റെ ഏട്ടനെ കൊല്ലാൻ വേണ്ടിയാ. ഏട്ടനെ കൊല്ലണം? എത്ര കംപ്ലൈന്റ് വന്നാലും ഞാനത് വാങ്ങിച്ചു വെക്കും. പക്ഷേ ആക്ഷൻ എടുക്കാൻ കഴിയില്ല. നീ GK-ക്കെതിരായി മുട്ടാൻ നിന്ന പോലീസും പൊളിറ്റീഷ്യൻസും മാത്രമല്ല, നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ എൻറ്റയർ സിസ്റ്റം പോലും ഉണ്ടാവില്ല. ആരാടാ GK?
പാപ്പറാവ് എന്ന് പറയുന്ന ഒരാളുടെ ബോസ്, അയാളുടെ പാർട്ണറാ GK. പാപ്പറാവോ? രാജാറാം, താൻ എത്ര യാഗം നടത്തിയാലും തന്റെ യോഗം മാറില്ല. അതെന്താന്ന് വെച്ചാലേ, തന്റെ തലയിലെഴുത്ത് തീരുമാനിക്കുന്നത് നരസിംഹമൂർത്തിയല്ല, എന്റെ പാർട്ണർ GKയാ. ഈ ചുറ്റിലും കാണുന്ന ക്യാമറകൾ നീ നടത്തുന്ന ഈ യാഗം കവർ ചെയ്യാൻ വേണ്ടി വന്നതല്ല. തന്റെ വായിൽ നിന്ന് വീഴുന്ന ഒരേ ഒരു വാക്ക്, ആ ഒരു വാക്കിന് വേണ്ടിയാ ഞങ്ങൾ കാത്തിരിക്കുന്നത്. നമ്മുടെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി അവൻ ഗ്യാങ്ങിന് ഇറക്കിയിട്ടുണ്ടെന്ന് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. താനത് പറഞ്ഞില്ലെങ്കിൽ തന്റെ മരണം എവിടെ നിന്ന് വരുമെന്ന് തനിക്കും അറിയില്ല. അതെത്ര ഭീകരമായിരിക്കുമെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഇതൊരു യാഗഭൂമിയാണ്. പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യമുണ്ട് ഇവിടെ. അവരുടെ രക്ഷ എനിക്കുള്ളിടത്തോളം കാലം എനിക്കൊന്നും സംഭവിക്കില്ല. ഓ, നിന്നെ രക്ഷിക്കാനായിട്ട് ഭൂമി പിളർന്ന് ആകാശം പൊട്ടി വീണ് കടല് കരയ്ക്ക് കയറി എല്ലാം ഒന്നടങ്കം വരുമായിരിക്കും. ആവശ്യം വരുമ്പോ എല്ലാം ഒത്തുചേർന്ന് ഉഗ്രരൂപമായി മാറും. ഇവിടെ മംഗളവാദ്യങ്ങളുടെ ശബ്ദമല്ലാതെ വേറൊന്നും കേൾക്കാൻ പാടില്ല. എവനെ സംശയം തോന്നിയാലോ അതപ്പോ എന്നെ അറിയിക്കണം. അവന്മാര് നമ്മുടെ ആൾക്കാരുടെ മേത്ത് കൈവയ്ക്കുന്നതിന് മുമ്പ് അവന്മാരെ പൊക്കണം. അതാണ് നരസിംഹാവതാരം. വരേണ്ട സമയത്ത് ഏത് രൂപത്തിലായാലും വരിക തന്നെ ചെയ്യും. ബോസ്, ചേട്ടത്തി വാ. പക്ഷെ ഏട്ടത്തേക്ക് എവിടെയാണെന്ന് അറിയില്ല. ജനനി, ഇത് വെച്ച് വ്ലോഗ് ചെയ്ത് അടിപൊളിയായിരിക്കും. ഇത് അന്നദാനപുരയിലേക്ക് കൊണ്ടുപോകാനുള്ളതാ. ഇത് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഞാൻ നോക്കിക്കോളാം. ഏട്ടത്തി ചെല്ല്. എന്റെ ഏട്ടത്തി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ? ഏട്ടത്തി ചെല്ല് ചെല്ല്. എല്ലാരും പോയേ. ഏട്ടൻ എവിടെയാന്ന് പറയണ. റൈസ് മില്ലിലുണ്ട്. ആരും തിരിച്ചറിയാൻ പാടില്ല. വേഗം ഒരുങ്ങി. വിടരുതവനെ.
ബ്രദർ ഓഫ് രാജാറാം. രാമന്റെ കൂടെ ലക്ഷ്മണനും ഹനുമാനും ഉണ്ടായിരുന്നു. ആ രണ്ടുപേരും ചേർന്നതാണ് ഈ ഞാൻ. ഡാ, നല്ലവനാണ്, പാവത്താനാണ്, പേടിച്ചോടുന്നവനാണ്, തൊട്ടാലും ആരും ചോദിക്കാൻ വരില്ല, അങ്ങനെ വല്ല തോന്നലും തന്റെ മനസ്സിലുണ്ടെങ്കിലേ അത് വേണ്ട. അയാളുടെ നിഴലിന് മുന്നേ നടക്കുന്ന ഒരു അനിയനുണ്ട് അയാൾക്ക്. അയാളുടെ കണ്ണായും അയാളുടെ ശബ്ദമായും അയാളുടെ നേരെ വരുന്ന എതിരാളികളുടെ അന്തകനായി മാറുന്നവൻ. താൻ ഇവിടെ കിടന്ന് കുറെ നാളായിട്ട് അങ്ങ് പൊളയ്ക്കുമല്ലേ. ചെറുപ്പത്തിൽ ഒരു ലൈസൻസിന്റെ പേരിൽ തന്റെ ഹോട്ടൽ കത്തിച്ചിട്ട് പോയവനാ ഞാൻ. ഇനി എന്റെ ഏട്ടന്റെ എതിരെ എങ്ങാനും നിന്ന അവനെയും അവന്റെ സാമ്രാജ്യത്തെയും വേരോടെ പിഴുതി എറിയും ഞാൻ. ചെന്ന് അറിയിച്ചേക്ക് നിന്റെ GK. ഡാ, നീ ഹൈവേയിലിരിക്കുന്ന ഡേഞ്ചർ സോൺ ബോർഡ് കണ്ടിട്ടുണ്ടോ? അതിലെ വാർണിംഗ് കണ്ടിട്ടും സ്പീഡ് കുറയ്ക്കുന്നില്ലെങ്കിൽ മരണം നിന്റെയൊക്കെ പുറകെ തന്നെ ഉണ്ടാവും. ആ മരണത്തിന്റെ പേരാ വിക്കി. അവനൊരു അനിയനുണ്ടെന്നുള്ള കാര്യം എന്താ പറയാതിരുന്നേ? അത് നമ്മുടെ എല്ലാ പ്ലാനും തകർത്തില്ലേ അവൻ? ചെറുപ്പത്തിലെ നാട് വിട്ടുപോയവനാ. ഇങ്ങനെ തിരിച്ചു വന്ന് നമുക്ക് ഭീഷണിയാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവന്റെ കണ്ണിലേക്ക് നോക്ക്. കത്തിയേരിയുന്ന പകയാ അതില്. ഇവന്റെ ബലവും ബലഹീനതയും എനിക്കറിയണം. ബാക്ക്ഗ്രൗണ്ടും നെറ്റ്വർക്കും മനസ്സിലാക്കണം. ഇവന്റെ ഇപ്പോഴത്തെ ഈ തിരിച്ചു വരവിന്റെ ഉദ്ദേശം അറിയണം. നീ എന്ത് ചെയ്യുന്നു, ആരെ കാണുന്നു എന്നൊന്നും എനിക്കറിയണ്ട. ഇവനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ട് എന്റെ മുന്നിലേക്ക് വരാവൂ. രാജാറാം സാർ. എന്താ വക്കീല്? സാർ, നമ്മുടെ അനാഥാലയത്തിന്റെ കേസില്ലേ, ബെയില് ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ സാറ് ജയിലിൽ പോകേണ്ടതായിട്ട് വരും. എന്തേട്ടത്? നമ്മൾ അന്യായമായിട്ടൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ? എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഭഗവാനെ, ഇതുവരെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ആദ്യമായിട്ട് ചോദിക്കുക. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഏട്ടനെ ഇങ്ങനെ പരീക്ഷിക്കരുത്. കണ്ണീര് വേണമെങ്കിൽ മറ്റുള്ളവർ കാണാതെ തുടച്ചു കളയാം. പക്ഷെ ആ കണ്ണിലെ വിഷമം വായിക്കാൻ പറ്റില്ല. ഒന്നുമില്ല വിക്കി. എന്നോട് എല്ലാം ഇങ്ങനെ ഒളിച്ചു വയ്ക്കുന്ന എന്തിനാ? എന്താണെങ്കിലും പറഞ്ഞൂടെ?
ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ചോദിക്കുക, GK ഏട്ടനും തമ്മിൽ എന്താ ഏട്ടത്തി പ്രശ്നം? എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്റെ തലയിൽ കൈവച്ച് പറ, എന്താ നടന്നത്? ജൈവ കൃഷിയുടെയും ജൈവ ഭക്ഷണ രീതിയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ കഴിഞ്ഞ 20 വർഷമായി നിന്റെ ഏട്ടൻ നടത്തുന്ന ശ്രമങ്ങൾ മാനിച്ചുകൊണ്ട് ഇന്ത്യൻ ഫുഡ് ഫോറം അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും എന്റെ നമസ്കാരം. ജൈവ കൃഷിരീതിയെക്കുറിച്ചും പാരമ്പര്യ ഭക്ഷണ രീതിയെക്കുറിച്ചും ഞാൻ പുതിയതായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ പൂർവികർ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ നാടിന്റെ സംസ്കാരമാണ്. പല രോഗങ്ങളും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആധുനിക കൃഷിരീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ നമുക്ക് തന്നെ ഹാനികരമാകുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ കഴിക്കുന്ന ആഹാരം വിഷരഹിതമായിരിക്കണമെന്ന് പറയുന്നത്. ഈ തലമുറയിലെ കുട്ടികളിൽ ഒബിസിറ്റിയും ഹോർമോണൽ ഇംബാലൻസും സർവ്വസാധാരണമാണ്. പെൺകുട്ടികൾ 10 വയസ്സിൽ തന്നെ പ്രായപൂർത്തിയാകുന്നു. ഗർഭിണിയായ സ്ത്രീകൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് നേരിടുന്നുണ്ട്. ഒരമ്മയുടെ ആരോഗ്യം നഷ്ടപ്പെട്ട വരും തലമുറയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടതുപോലെയാണ്. നല്ല ഭക്ഷണവും നല്ല ബന്ധങ്ങളുമാണ് മനുഷ്യർക്ക് അടിസ്ഥാനമായി വേണ്ടത്. ലോകം സമസ്ത സുഖിനോ ഭവന്തു. ശ്രീ രാജാറാം അവർകളെ ഇന്ത്യൻ ഫുഡ് ഫോറം ഏർപ്പെടുത്തിയിരിക്കുന്ന ദ ബെസ്റ്റ് ഹെൽത്തി ഫുഡ് അവാർഡ് നൽകി ഈ വേദിയിൽ ആദരിക്കുകയാണ്. ആ സമയത്തായിരുന്നു GKയുടെ വരവ്. എക്സ്പോർട്ട് പോയിട്ട് ഇന്ത്യയിൽ പോലും മാനുഫാക്ചർ ചെയ്യരുതെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നിന്റെ ഏട്ടന്റെ ഒരു പരാതിയുടെ പേരിൽ GKയുടെ ചില ഉൽപ്പന്നങ്ങൾ നിരോധിക്കപ്പെട്ടു. GK ബ്രാൻഡ് നെയിം മാറ്റി വീണ്ടും അതേ പ്രൊഡക്ട്സ് മറ്റൊരു പേരിൽ വിൽക്കാൻ തുടങ്ങി. ഒരു ദിവസം നിന്റെ ഏട്ടൻ അറേഞ്ച് ചെയ്ത ഓർഗാനിക് ഫുഡ് എക്സിബിഷനിൽ പെർമിഷൻ ഇല്ലാതെ പാപ്പാറവും ആളുകളും GKയുടെ ഫേക്ക് ഓർഗാനിക് ഫുഡ് സ്റ്റോൾ ഇട്ടു. ഇതൊന്നും ഓർഗാനിക് അല്ല, ഇതെല്ലാം കെമിക്കൽ പ്രോഡക്ട്സാ. ഇവിടെ ആരെ സ്റ്റാളിന് അനുവാദം കൊടുത്തേ? അറിയില്ലടാ. നിങ്ങളുടെ എൻട്രി കാർഡ് എവിടെ? രാജാറാം, ഒറ്റ മിനിറ്റ് ലേറ്റ് ആയതിനാണോ നിങ്ങളീ കിടന്ന് വളവളവളാന്ന്? ഡോ മാനേജറെ, പറഞ്ഞു കൊടുക്കണ്ടേ ഇത് വേറെ ആരുടെയല്ല, നമ്മുടെ പത്മനാഭന്റെ ആണെന്ന്. തനിക്കൊന്നും ഇപ്പോഴൊരു മാറ്റമില്ലടോ. GK ബ്രാൻഡ്സ് നിസ്സാര കളിയൊന്നുമല്ല, ഇന്റർനാഷണൽ. നിന്റെ ഏട്ടൻ GK പ്രൊഡക്ട്സിനെതിരായി സംസാരിച്ചത് മീഡിയയിൽ വലിയ വാർത്തയായി. പെർമിറ്റ് നൽകിയിട്ടുള്ള കെമിക്കൽസ് അളവിൽ കൂടുതലാണ് ചേർക്കുന്നത്. ഈ GK ഫുഡ്സ് കാരണം എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. GK ഫുഡ്സ് ആർ ഡേഞ്ചറസ്. സേ നോ ടു GK ഫുഡ്സ്. ഈറ്റ് ഫുഡ്, നോട്ട് കെമിക്കൽസ്. GK ഫുഡ്സ് ആർ ബാഡ്. നിന്റെ ഏട്ടൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് കാരണം GKയുടെ ഷെയർസ് ഡൗൺ ആയി. അവരുടെ ഇന്റർനാഷണൽ കൊളാബറേഷൻസ് എല്ലാം നഷ്ടപ്പെട്ടു. അവർക്കെതിരെയുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടെന്നറിഞ്ഞപ്പോ അയാൾ വല്ലാതെ പേടിച്ചു. അതിന്റെ പേരിൽ അയാൾ പാപ്പാറാവിനെ നമ്മുടെ ഹോട്ടലിലേക്ക് പറഞ്ഞയച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ പാതിയിൽ എഴുന്നേപ്പിച്ച് വിടുന്നതാണോ തന്റെ സംസ്കാരം? രാജാറാം, മര്യാദയ്ക്ക് GK ഫുഡ്സിനെ കുറിച്ച് നീ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് കിട്ടിയ തെറ്റായ ഇൻഫർമേഷൻ ആയിരുന്നുവെന്ന് സമ്മതിച്ച് മീഡിയയുടെ മുന്നിൽ വന്ന് GK ഫുഡ് ഈസ് ഗുഡ് എന്നൊരൊറ്റ പ്രാവശ്യം പറയണം. നീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും തന്റെ GK വിൽക്കുന്ന വിഷം നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ജനങ്ങൾക്ക് GK വിൽക്കുന്നത് വിഷമാണെന്ന് മാത്രമേ താൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്നാൽ GKയുടെ ഉള്ളിൽ എത്ര വിഷമുണ്ടെന്ന് പോകെ പോകെ മനസ്സിലായിക്കോളും. ആ സമയത്തായിരുന്നു നമ്മുടെ ജനനിയുടെ കല്യാണ നിശ്ചയം. വീട്ടിൽ ഏത് മംഗളകർമ്മം നടന്നാലും നമ്മുടെ ഹോട്ടലിൽ നിന്നും അനാഥാശ്രമങ്ങളിലേക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു പതിവ് നമുക്കുണ്ടായിരുന്നു. നമ്മൾ കൊടുത്തയച്ച ഭക്ഷണം കഴിച്ച കുട്ടികൾ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി. എങ്ങനെ സംഭവിച്ചെന്നറിയില്ല, പക്ഷേ അത് ഫുഡ് പോയ്സൺ ആയിരുന്നു. സിസ്റ്റർ, ഓക്സിജൻ ലെവൽ ചെക്ക് ഇത് കണ്ടില്ല സാറേ. ആ സംഭവത്തിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്ത് നമ്മുടെ ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തി. പഴകിയ ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ അവർ തന്നെ കൊണ്ടുവച്ച് നമ്മുടെ ഹോട്ടലുകൾ പൂട്ടിച്ചു. അനാഥ കുഞ്ഞുങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനെന്ന പേരിൽ അവര് നിന്റെ ഏട്ടനെ അറസ്റ്റ് ചെയ്തു. അതൊക്കെ കോടതി പറഞ്ഞു നടക്ക്. നീ പേടിക്കൊന്നും വേണ്ട. കുറച്ച് നാളുകൾക്ക് ശേഷം ഏട്ടൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി. വലിയ ബുദ്ധിമുട്ടായി കാണുമല്ലേ? താൻ ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ പിൻവലിച്ചില്ലെങ്കിൽ
തന്റെ കയ്യിലുള്ള എവിഡൻസ് ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഇവിടം കൊണ്ട് തീരില്ല. തന്റെ ഫാമിലിയിലുള്ള ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. മൊത്തത്തില് തന്റെ മുഖത്തെ ഈ ചിരി അതങ്ങ് മായ്ച്ചു കളയും ഞങ്ങള്. എടോ ജികെ, എനിക്ക് പേടിയുണ്ടായിരുന്നെങ്കിൽ നിന്റെ ലൈസൻസ് ഞാൻ റദ്ദാക്കില്ലായിരുന്നു. ഞാൻ ജയിലിൽ പോയാൽ എനിക്ക് കുറച്ച് മാനനഷ്ടം ഉണ്ടാവുമായിരിക്കും. പക്ഷെ പേടിച്ച് നിന്നേക്ക് ഇവിടെ വെറുതെ വിട്ടിട്ട് പോയാ നീ ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കും. എന്റെ മാനത്തേക്കാൾ ജനങ്ങളുടെ ജീവനായിരിക്കും വലുത്. ആ ദേഷ്യത്തിലെ ജികെ ജനനയുടെ കല്യാണം മുടക്കി. അല്ല, ഇത് ആരൊക്കെ വന്നട്ടെ, ഇങ്ങോട്ടിരിക്കൂ. ഞാൻ ഇരിക്കാനൊന്നും വന്നല്ല. എന്തു പറ്റി? നിങ്ങളുടെ ഹോട്ടൽ അടച്ചു പൂട്ടിയപ്പോഴും എന്റെ ബിസിനസ് ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ചു. നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ സമൂഹത്തിൽ ഇതൊക്കെ സാധാരണ ആയതുകൊണ്ട് ജാമ്യം കിട്ടി പുറത്തു വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ കോടതിയിലെ എല്ലാ തെളിവുകളും നിങ്ങൾക്കെതിരാ. വിധി വരുമ്പോ നിങ്ങൾ അകത്ത് പോകേണ്ടി വരും. അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. വരട്ടെ. അവൻ കൊടുത്ത കള്ളക്കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിന്റെ ഏട്ടൻ തനിച്ചു പോരാടുന്ന സമയത്താ നീ ഇങ്ങോട്ട് വന്നത്. ഇത്രയൊക്കെ നടന്നിട്ട് ഒരു വാക്കിനോട് പറയാതിരുന്ന എന്താ ഏട്ടത്തി? ചെറിയ ഒരു കാരണവശാലും ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും വിക്കി അറിയാൻ പാടില്ല. ഇത്രയും കാലം സ്വന്തം ബന്ധമൊന്നുമില്ലാതെ അവൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഈ അവസ്ഥ കണ്ട് അവൻ വേദനിക്കരുത്. അവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ ചിരിച്ച മുഖം മാത്രമേ അവൻ കാണാവൂ. അപ്പൊ നിങ്ങളുടെ എല്ലാം മുഖത്ത് ഞാൻ കണ്ട ശരി സത്യമായിരുന്നില്ല അല്ലേ? അത് ഞാൻ തിരിച്ചു കൊണ്ടുവരാം ഏട്ടത്തി. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് ഒരിക്കലും ഏട്ടനെ അറിയാൻ പാടില്ല. ഫോൺ എടുക്കില്ല മോളെ. നാളെ പ്രദീപും MLA രുദ്രപ്രതാപിന്റെ മോളുമായിട്ടുള്ള എൻഗേജ്മെന്റാ. അവന്റെ അച്ഛൻ വാക്കിന് വിലയില്ലാത്ത ആളായിരിക്കാം. പക്ഷെ പ്രദീപിന് ഞാനെന്ന് വെച്ച ജീവനാ. അച്ഛനെ പേടിച്ചായിരിക്കും അവൻ ഒഴിഞ്ഞു മാറിയത്. എനിക്കൊരു ഉറപ്പ് കിട്ടണം. അവന്റെ കൂടെ ലൈഫ് ലോങ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നീ? അവൻ എനിക്ക് മറക്കാൻ കഴിയില്ല ചെറിയച്ച. രാവിലെ റെഡി ആയിട്ടിരുന്നു. എൻഗേജ്മെന്റിന് പോവാം നമുക്ക്. ഓക്കെ? മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ അല്ലേ? മോള് വേറെ കൂട്ടിക്കൊണ്ടു പോ. സാർ അങ്ങോട്ട്. ഹലോ, ആ ഇത് ഞാൻ തന്നെയാ. ആ പറഞ്ഞോ. ഇപ്പൊ എന്തിനാ ഒരു ബോർഡ് മീറ്റിംഗ്? ഒരു 1 hour സമയം താ. നിങ്ങളുടെ 50 കോടി ഞാൻ തന്നേക്കാം. നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കാശിന് വേണ്ടി സ്വന്തം മോന്റെ ജീവിതം എങ്ങനെ നശിപ്പിക്കരുത്. എല്ലാം ഞാൻ അറിഞ്ഞു സാർ. ബിസിനസ്സിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ചപ്പോ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. ആ സമയത്ത് ജിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു ഓഫർ വെച്ചു. അത് തന്നെ രുദ്രപ്രതാപിന്റെ മകളുമായിട്ടുള്ള എൻഗേജ്മെന്റ്. ഏട്ടനോടൊരു വാക്ക് പറയായിരുന്നു സാർ. എന്റെ പ്രശ്നം രാജാറാം സാറിന്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല, 50 കോടിയുടെയാ. അതാ ഞാൻ പറഞ്ഞത് എന്റെ പ്രശ്നങ്ങൾ നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ലെന്ന്. മുഹൂർത്തത്തിന് സമയാവുക. നിങ്ങൾ പോവാൻ നോക്ക്. ഇവന്റെ തലരെഴുത്ത് പോലെ എന്താന്ന് വെച്ചാൽ നടക്കട്ടെ. $50 കോടിയോ? അല്ല, ഈ 50 കോടി സർ എമൗണ്ട് ക്രെഡിറ്റ് ആയില്ലേ? ഇപ്പൊ പ്രോബ്ലം തീർന്നു. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്തിനാ? മുഹൂർത്ത സമയമായിട്ടോ, ഒന്നിങ്ങോട്ട് വന്നോളൂ. പണത്തിന്റെ കാര്യം ഓക്കെ, പക്ഷെ രുദ്രപ്രതാപ് അതെനിക്ക് വിട്ടേക്ക്. ആരാ നീ? ഒരു ചെറിയ ലൈവ് ഷോ കാണിക്കാൻ വന്നതാ. അതിനുള്ള സമയം ഇപ്പൊ എനിക്കില്ല. അഴിയെണ്ണാൻ സമയമുണ്ടോ തനിക്ക്? CBI ഓഫീസിൽ എൻ്റെ ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ ഒരു പെൻഡ്രൈവും ഉണ്ട്. അതിൽ ചില സത്യങ്ങളും ഉണ്ട്. തന്റെ ബിനാമി കമ്പനിയുടെ ലേബലിൽ മെഡിസിൻസിന്റെ പേരും പറഞ്ഞ് കൽക്കത്ത പോർട്ട് വഴി ഡ്രഗ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കേട്ടല്ലോ. 60 ഗ്രാം പോലും ഇല്ലാത്ത പെൻഡ്രൈവില് 6000 കോടി സ്കാമിന്റെ പ്രൂഫ് ഉണ്ടെന്നൊക്കെ പറയുമ്പോ അത് ടൂ മച്ച് അല്ലേ? നിനക്ക് എന്താ വേണ്ടത്?
30 സെക്കൻഡ്സിനുള്ളിൽ നീയും നിന്റെ ആൾക്കാരും ഈ സ്ഥലം വിട്ട് പുറത്ത് പോയിരിക്കണം. അപ്പൊ പെൻഡ്രൈവ് അത് താൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്റെ കയ്യിലെത്തും. എന്താ സംഭവിച്ചേ? നിങ്ങളൊന്ന് വേഗം പോ, ഞാൻ പിന്നെ പറയാം. നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം കൂടെ ചെയ്തു തരും. എന്ത് ചെയ്യണമെന്ന് പറ. നടക്കില്ല എന്ന് പറഞ്ഞ എൻഗേജ്മെന്റ് നടത്താൻ സമ്മതമാണെന്ന് എന്റെ ഏട്ടനെ ഒന്ന് വിളിച്ച് പറയാം. അതിപ്പോ തന്നെ വിളിച്ചു പറയാം. താങ്ക് യു. എന്താടി നീ ഭയങ്കര സന്തോഷത്തിലാണ്. അവരോട് സംസാരിച്ചു, അവര് കല്യാണത്തിന് സമ്മതിച്ചു. ആണോ മോളെ? വിക്കി, ഇവള് പറഞ്ഞത് നീ കേട്ടോ? സത്യമായിട്ടതേ. എന്ത് മാജിക്കാടാ നീ കാണിച്ചേ? ശരിക്കും മാജിക് തന്നെ അമ്മ. സിംഗിൾ ക്ലിക്കിൽ 50 കോടി. 50 കോടിയോ? അത് പോനെ 2 ദിവസത്തിനുള്ള എൻഗേജ്മെന്റ് നടത്താന്ന് പറഞ്ഞ് വിളിച്ചു. എന്തോ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. 2 ദിവസമേ സമയമുള്ളൂ. ഷോപ്പിംഗ് ചെയ്യണം, ബന്ധുക്കളെ വിളിക്കണം, ഒരുപാട് ജോലിയുണ്ട്, സമയമൊന്നുമില്ല. എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്താ? ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ, ഭൈരവിയുടെ ഫാമിലിയെ കൂടെ വിളിച്ചാലോ? വിളിച്ചു വരുത്തി കല്യാണം കൂടെ നടത്തിയേക്കാന്നേ. 1+1 ഓഫർ. ഒന്നും മിണ്ടാതിരിക്കടാ. നീ വിളിക്ക് വെക്കി. ഇതിലിപ്പോ ചോദിക്കാൻ എന്താ ഉള്ളത്? താങ്ക്സ് ഏട്ടത്തി. എന്താ ബോസ്, ഗണ്ണ് വെച്ചിരുന്ന വയലിൻ ബോക്സ് കാണുന്നില്ല. എനിക്കറിയില്ല ബോസ്. കൈവിട്ട് പോടാ. എന്താ കുട്ടാ? സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ട ഗുരുവിനെ കണ്ണുമുട്ടി. എന്താടാ ജിമ്മിനെ ഡേവിഡിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ നീ? പിന്നെ ഓരോടാ? അതല്ല, ആദ്യ കണ്ണിൽ കെട്ടടിച്ച് മാറ്റി. നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലല്ലേ? എന്തിനാ നാണിക്കുന്നേ? എടുത്ത് വായിക്കേ. എന്റെ പേര് നിനക്ക് നാണമായിട്ടാ തോന്നണേ? അന്ന് സാരമില്ല, എടുത്ത് വായിക്കുന്നേ. വായിച്ച എന്റെ ഫിംഗർ പ്രിന്റ് പതിയില്ലേ? ഫിംഗർ പ്രിന്റ് പതിയാനായിട്ട് വല്ല കത്തിയോ തോക്കമാണോ? എന്റെ ഈശ്വരന്മാരെ, നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് രാജാറാം സാർ. ഇതെടുത്ത് ഞാൻ വായിച്ച അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാവില്ല. എന്റെ ഗുരുവേ, ഇത് ഗുരുവിന്റെ കുഞ്ഞുനാള് മുതലുള്ള ഡ്രീം ആ ആയിരുന്നു. ഡ്രീമൊക്കെ കണ്ണു തുറന്നപ്പോ തന്നെ പോയടാ. ഇത് വിക്കി സാറിന്റെ പേഴ്സണൽ സുനയാ. ഞാനിത് വായിക്കുന്നത് ഇല്ലീഗലാ, ഐ മീൻ അനത്തിക്കൽ. വിക്കിയോടൊക്കെ ഞാൻ പറഞ്ഞോളാം. എടാ പുരുഷോത്തമ, ആ വയലിനെടുത്ത് കൊടുക്ക്. ബോസ്, ഗണ്ണ് അവർ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാം കൈവിട്ട് പോകും ബോസ്. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. വേണ്ട വേണ്ട, ഞാൻ പറയുന്നത് കേക്കൂ പ്ലീസ്. വേണ്ട, വരരുത് വരരുത് പ്ലീസ്, വരരുത്. ഞാൻ പറയുന്നത് കേക്കൂ, വരരുത് വരരുത്. അയ്യോ, എന്റെ ദേഹത്ത് മുട്ടല്ലേ, എന്റെ മാനം പോവേ. രാജാറാം സാർ, ഇത് എന്റെ ഗണ്ണല്ല. എന്റെ ഗണ്ണ് ഇങ്ങനെയല്ല. ഞാൻ വയലിനും ഫ്ലൂട്ടും മാത്രമേ വായിക്കൂ. എന്റെ ഗണ്ണ് ഇങ്ങനെയല്ല. ഇത് വയലിനാ, ഗണ്ണൊന്നുമല്ല. അമ്പടാ മാറ്റിയല്ലേ? ഇത് ഇവന്റെ കയ്യിൽ ആരാ വെച്ചു കൊടുത്തേ? ചേട്ടനെ കൊടുത്ത ഇരുട്ടത്ത് കൊടുത്തൊന്നും മറന്നതായിരിക്കുന്നേ. ആ ഗണ്ണ് കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗണ്ണ് അവിടെ, ബുള്ളറ്റ് ഇവിടെ. ബുള്ളറ്റും കൊടുത്തേക്ക്. അപ്പൊ ഇതാണോ ബുള്ളറ്റ്? അല്ലാതെ ഗണ്ണും ബുള്ളറ്റും അവിടെ ഇവിടെ വെച്ചോണ്ടിരുന്ന പിന്നെ ഗണ്ണിന്ന് എങ്ങനെ സൗണ്ട് വരുന്നത്? ബുള്ളറ്റ് അങ്ങോട്ട് കൊടുക്ക്. എന്നാ വെക്കടാ വെടി. വയലിൽ നിന്നിട്ട് വെടിവെക്കാൻ പറയാ. അത് വെടി പോലെ വായിക്കാനാ. മാറി നിൽക്കണം. വായിക്കണമെന്നാ? വീട്ടിൽ നിങ്ങളുടെ കയ്യിലില്ല, പിന്നെ എന്നോട് ചോദിക്കുന്നതിനാ? ഈ കൺഫ്യൂഷനിൽ ഏത് രാഗം വായിക്കും? പന്തുവരാളി. അവൻ ഇതുവരെയായിട്ട് വായിച്ചില്ലല്ലോ. അതെ, എന്നെ വായിക്കാൻ അനുവദിച്ചൂടെ? വായിച്ചു. ആഹാ, എന്താ ഒരു എന്താ ഒരു വായന. നല്ലൊരു വായനക്കാരൻ. ഞാൻ പറയില്ല. ബോസ്, വിക്കി, നമ്മുടെ ജെന്നിയുടെ കല്യാണത്തിന് ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തതെന്താ? ഏട്ടാ, ഭൈരവിയുടെ ഫാമിലി വരുന്നുണ്ട്. ചന്ദ്ര, ഞാൻ തിരിച്ചു വിളിക്കാം. അതെ, വിക്കി വന്നല്ലോ. നമസ്കാരം. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതെന്താ? സാധാരണ ചെറുക്കന്റെ വീട്ടുകാർ അങ്ങോട്ട് വന്ന് പെണ്ണു ചോദിക്കുന്നതാണല്ലോ നാട്ടു നടപ്പ്. അതിന് പകരമായിട്ട് നിങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ട് വരുത്തിയില്ലേ? അതിലൊന്നും കാര്യമില്ല. ഞങ്ങൾ കുറെ കാലമായില്ലേ അവിടെ ബംഗാളിൽ തന്നെ ആയിട്ട്. ജന്മനാട്ടിൽ കാലുകുത്തി ഇവിടുത്തെ ശുദ്ധമായി ശ്വസിക്കാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യം. അതിന് ഞങ്ങൾ നന്ദി പറയണം. അങ്ങനെയല്ല, നിങ്ങൾ ചോദിച്ചൊരു ചോദ്യ ഞങ്ങളുടെ വിക്കിയെ ഞങ്ങൾക്ക് തിരികെ തന്നത്. അതിന് ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയേണ്ടത്. എന്താടാ മക്കളെ ഇത്? വീട്ടിൽ വന്ന വിരുന്നുകാരെ ഇവിടെ തന്നെ ഇങ്ങനെ നിർത്തിയാ മതിയോ? വന്നട്ടെ, എല്ലാവർക്കും ജ്യൂസ് എടുക്കാം. നിന്റെ സെലക്ഷൻ എനിക്ക് ശരിക്കും ഇഷ്ടമായി വിക്കി. ആ കുട്ടിയുടെ ഫാമിലി നല്ല റിച്ച് ആണെന്ന് തോന്നുന്നു. ആ ശരിയാ, ചേച്ചി പറഞ്ഞത് നേരാ. ഇത്രയും റിച്ചായ കുടുംബക്കാര് ആഫ്റ്റർ ഓൾ ഒരു സൂപ്പർവൈസർക്ക് എങ്ങനെ പെങ്കൊച്ചിന് കെട്ടിച്ചു കൊടുക്കും? നീ എങ്ങനെയാണ് ഒപ്പിച്ചെടുത്തത്? ഇവൻ സൂപ്പർവൈസറാ?
നിങ്ങൾ എങ്ങനെ ഒപ്പിച്ചെടുത്തെന്ന് ആദ്യം പറ. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, സ്വന്തമായിട്ട് വീട് വല്ലതും ഉണ്ടോ? ഒരു കുടില് പോലും ഇല്ല. അമ്പട ചതിയാ, ഒരു കുടില് പോലും ഇല്ലായിരുന്ന. അപ്പൊ എല്ലാം മറച്ചു വെച്ചിട്ടാ ആലോചനയായിട്ട് വന്നതല്ലേ? കാറുണ്ടോ? ഒരു ഓൾഡ് അംബാസഡർ കാർ പോലും ഇല്ല. പിന്നെ എങ്ങനെ ജീവിതം ഓടൂടാ? നീ എങ്ങനെയാണോ ജീവിതം ഓടിക്കുന്നത്? കേട്ടല്ലോ, ഏട്ടൻ ചോദിക്കുന്നതല്ലേ, സമാനം പറ. അതെ, എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഒരു കൺഫ്യൂഷനും ഇല്ല. കരിക്കിന് നല്ല റമ്മിന്റെ മണമുണ്ട്. കേട്ടോ വിക്കി, നീ എന്നെ പൊക്കിയല്ലേടാ? ഡാഡി 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 പണിയാക്കോ ഏട്ടാ, ഞാനിപ്പോ വരാം. ഡാഡി, ആ വിക്കി ഉണ്ടല്ലോ, അവനൊരു സൂപ്പർവൈസർ ആണെന്ന് പറയുന്നത് ഞാൻ കേട്ടു. എന്തോന്ന്? അവനൊരു ഊടായിപ്പിന്റെ ഉസ്താദാ. വല്ലതും കേക്കണ്ട? അല്ല ഡാഡി, അവര് സംസാരിക്കണ വല്ലതും ഡാഡി കേട്ടായിരുന്നാ? ഇനി പറ. ഇപ്പോഴാണ് ഇങ്ങനെ സൗണ്ട് മിഷീൻ വെക്കുന്നത്. നീ എന്തൊക്കെയാ പറയുന്നേ? ഇത് മാത്രം കറക്റ്റ് ആയിട്ട് കേട്ടല്ലേ? ഇത് ഡാഡിയോടല്ല, ആരോട് പറയണോ അവരോട് ഞാൻ പറഞ്ഞോളാം. ഡാഡി പോയെ. അതെ മുത്തശ്ശ, പറഞ്ഞിട്ട് പോടാ. മുത്തശ്ശ, ഇതെല്ലാം ഞാൻ പറഞ്ഞു. അയ്യോ, എങ്ങോട്ടാടാ? ദേ അങ്ങോട്ട്. എല്ലാ കാര്യങ്ങളും നിന്റെയൊക്കെ ബോസിന്റെ ഫ്രോഡ് പരിപാടി ഞാൻ കണ്ടുപിടിച്ച്. എന്താടാ നീ കണ്ടുപിടിച്ചത്? ഇതാരാ? അയ്യോ, കുറച്ചു മുമ്പേ നീ അവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞൊക്കെ കള്ളമല്ലേ? ഞാൻ പറഞ്ഞതിൽ ഒന്നുപോലും കള്ളമല്ല. നീ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ഞാൻ തെളിയിച്ച. നിന്റെ ചെവിക്കൽ ഞാൻ ഒരടി തരും, സമ്മതിച്ച? സത്യമാണെന്ന് ഞാൻ തെളിയിച്ച. നീ എന്നെ രണ്ടെണ്ണം പൊട്ടിച്ചോ? എന്നായിക്കോട്ടെ. നിനക്ക് ബംഗാളിൽ സ്വന്തമായിട്ട് ഒരുപാട് വില്ലകൾ ഉണ്ടായിട്ടും ഒരു ചെറ്റക്കുടില് പോലും ഇല്ലാന്ന് നീ നിന്റെ ചേട്ടനോട് കള്ളം പറഞ്ഞില്ല. എടാ പൊട്ട, എനിക്ക് ബംഗാളില് വില്ലകൾ മാത്രമേ ഉള്ളൂ, കുടിലൊന്നുമില്ല. അപ്പൊ സത്യല്ലേ? നിനക്ക് ബംഗാളിലുണ്ടല്ലോ അത്രയും കാറുണ്ടായിട്ടും ഒരു അംബാസിഡർ പോലും ഇല്ലാന്ന് നീ കള്ളം പറഞ്ഞില്ലേ? എടാ ബംഗാളി രസ ഊളെ, എനിക്ക് ബംഗാളില് മെർസിഡീസ് ബെൻസ് മാത്രമേ ഉള്ളൂ. ഓൾഡ് അംബാസിഡർ ഒന്നും എന്റെ ഇല്ല. സത്യമാണല്ലോ? ഇല്ലടാ. ആക്ച്വലി ഒരു കള്ളത്തിന് രണ്ടടി എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇതിനെ 4 അടി അടിച്ച് ഇങ്ങോട്ട് നോക്കി. ആൾക്ക് രണ്ടെന്ന് വെച്ചാ വിചാരിച്ചത്. നിങ്ങളൊക്കെ എന്ത് മന്ദബുദ്ധികളാണോ? ഒരാൾക്ക് 2 എണ്ണം വെച്ച് കൂട്ടിയാലും നിങ്ങൾ 3 പേരില്ലേ? 3 2 എത്രയാണ്? 6. എന്നിട്ട് 4 അല്ലേ? നീ ഇത്ര ജെനുവിനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോടാ. നേരെ ഇപ്പൊ സമാധാനമായി. പക്ഷെ എന്താന്നറിയില്ല, ഐ ഹാവ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ്. ഐ വിൽ കം ലേറ്റർ. കൺഫ്യൂഷൻ അങ്ങോട്ട് പോയിട്ടില്ല അല്ലേ? ഐ ഹാഡ് സം വർക്ക്. ചുമ്മാതിരുന്നിടത്ത് ചുണ്ണാമ്പിട്ട് പൊള്ളിച്ചു എന്ന് പറഞ്ഞ ഇതാ സാറേ. സത്യം പറ സാറേ, എല്ലാ കള്ളങ്ങളും സാറ് തന്നെ പറഞ്ഞിട്ട് അതെല്ലാം സത്യമാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ച്. എന്താ സാറേ സാറിന്റെ സ്ട്രാറ്റജി? നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണേ. ഓക്കെ, അവൻ പറയും. ഞങ്ങളുടെ ബോസിന് 2 പോളിസിയാ ഉള്ളത്. എന്താ? ഒന്നാമത്തേത്, അദ്ദേഹത്തിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണെങ്കിൽ 4 വീക്ക് അവനെ സ്ട്രക്ചറിൽ കിടത്തി കളയും. രണ്ടാമത്തേതോ, നിന്നെ പോലുള്ള അലവലാദികളാണെങ്കിൽ പിച്ച് ചീന്തി ചവിട്ടി അരച്ച് ഭ്രാന്താശുപത്രി കൊണ്ടാക്കും. അവന്റെ ഒരു കോട്ടൺ സൂട്ടും. ശിവന്മാരെ അങ്ങനെ വിട്ടാ ശരിയാവില്ല. എടുത്തോളൂ പ്ലീസ്. അതെ രാജാറാം, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞതിനേക്കാളൊക്കെ ഒരുപാട് ഉയരെയാണ് നിങ്ങൾ. ഭൈരവിക്ക് ഇതുപോലെ ഒരു ബന്ധം കിട്ടിയത് തന്നെ അവളുടെ ഭാഗ്യമാണ്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അതെന്തൊരു പരിപാടിയാന്നേ. നിങ്ങള് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് കാര്യങ്ങൾ ഒരു തീരുമാനമാക്കാതെ പോയാലെങ്ങനാ? പറഞ്ഞുറപ്പിച്ചിട്ട് പോന്നേ, അതല്ലേ ശരി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ ഈ കാര്യം തീരുമാനിക്കാൻ വേണ്ടിയാണല്ലോ. ഞങ്ങൾക്ക് സമ്മതം. അത് ഫോൺ എടുക്ക് രവീന്ദ്ര. ജി.കെ, ഒരു പുതിയ സ്ഥലത്ത് ചെന്ന് ഒരാളെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കും. താനൊന്ന് റിലാക്സ് ആയോടോ. അതെ സാറേ, രവീന്ദ്രൻ വന്നോ? അല്ല രവീന്ദ്ര, നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? സാർ, കൽക്കട്ടയിൽ അവനെ അറിയാത്തവരായി ആരുമില്ല. അതുകൊണ്ട് പോയ കാര്യം വളരെ ഈസി ആയിട്ട് നടന്നു. അവനവിടെ അത്രയ്ക്ക് ഫേമസ് ആണ്. വിക്കിബായ് ഞങ്ങളുടെ ഈ കാളികെട്ടിലെ ഛത്രപതി ശിവജിയാ. അവന്റെ ഏരിയയായ കാലിക്കട്ടിലേക്ക് ഞാൻ ചെന്നു. അവിടെ വെച്ച് അവന്റെ ബിസിനസ് പാർട്ട്ണർ ഗുപ്തയെ കണ്ടു. ഞാനൊരു ജേർണലിസ്റ്റ് ആണ്, കഥ എഴുതാൻ വന്നാണെന്ന് കള്ളം പറഞ്ഞു. അന്നേരം അവനൊരു ഇൻസിഡന്റ് പറഞ്ഞു സാർ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ എങ്ങനെ വിക്കിബായ് ആയിന്ന്. ഈ കാളികെട്ട് ഞങ്ങളുടെയാ. ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്.
ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. ചേട്ടേ, നിങ്ങളുടെ 400 കോടിയുടെ ഹോട്ടൽ ഇവിടെ പണിതോ? 4 തലമുറയായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കുക. കോടതി സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന അന്യായമാ. നിങ്ങളെല്ലാം കോടതിയെ വിശ്വസിക്കുന്നു, ഞാനോ മുഖർജി സേട്ടിനെ വിശ്വസിക്കുന്നു. ഈ മുഖർജി തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എത്ര പേരെ കൊല്ലാനും മടിക്കില്ല. പക്ഷെ നിങ്ങളെ വിശ്വസിക്കുന്ന വിക്കി നിങ്ങളെ രക്ഷിക്കാൻ വരുന്നു ഉറപ്പുണ്ടോ? ഇനി ഈ ഏരിയയിൽ എങ്ങനെ നിന്നെ കണ്ടുപോയാ നിന്റെ തലയർത്ത കാളിദേവിക്ക് മാല ചാർത്ത് ഞാൻ. വിശന്ന് ഞാനിവിടെ വന്നപ്പോ ഈ കാളികെട്ട എനിക്ക് അന്നം തന്നത്. അലഞ്ഞു തിരിഞ്ഞു വന്ന എനിക്ക് ആശ്രയവും തന്നു. അങ്ങനെയുള്ള എന്റെ കാളികെട്ടിന് ഒരു പ്രശ്നം വരുമ്പോ എനിക്ക് നോക്കി നിൽക്കാനാവില്ല. ഇതെന്റെ കടമയാ. മോന് നല്ലത് വരും മോനെ. വല്ലാത്തൊരു ക്യാരക്ടറാണല്ലോ ഇവന്റെ. ഒരു നേരത്തെ ആഹാരത്തിന് ഇത്ര നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ചേട്ടന്റെ ഹോട്ടൽ പൂട്ടിച്ച് എത്ര പേരുടെ അന്നം മുടക്കിയതാ നീ. നിന്റെ അവസ്ഥ എന്താവും? എന്താടോ രവീന്ദ്ര, തന്റെ കൽക്കട്ട യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബൈ ദ വേ, എന്നെക്കുറിച്ച് അറിയാൻ നിന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത് GK ആയിരിക്കാം. പക്ഷെ നീ ഹൈദരാബാദിലേക്ക് ജീവനോടെ തിരിച്ചെത്താൻ കാരണം ഞാനാ. തനിക്ക് എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ? GK, ജയിക്കാൻ വേണ്ടിയാടോ എല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ 10 പേർക്ക് നല്ലത് ചെയ്യണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവൻ കോടിയിലൊന്നേ കാണും. എന്റെ ഏട്ടനെ പോലെ. എന്റെ ഏട്ടന്റെ മുഖത്ത് ചിരി മാഞ്ഞു കഴിഞ്ഞാ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടാ. എന്റെ ചെറുപ്പത്തിൽ നിന്റെ ഈ അമ്മാവൻ പാപ്പാറോ അദ്ദേഹത്തെ ഒന്ന് വേദനിപ്പിച്ചതാ. ഇപ്പൊ തന്തയില്ലായ്മ കാണിക്കുന്നത് നീയാ. വേണ്ട GK, തര പറഞ്ഞേ കളിക്കാവൂ. അത് ശരി. ബാണിങ്ങ, കളി തുടങ്ങിയത് ഞങ്ങളല്ലടാ, നിങ്ങളാ. ഒരിക്കൽ കൂടി പറയാ, നിന്റെ കൺമുമ്പിൽ തന്നെ നിന്റെ കുടുംബത്തിലുള്ളവരുടെ സന്തോഷവും അവരുടെ ഓരോരുത്തരുടെയും മുഖത്തുള്ള ആ ചിരിയും മായ്ക്കും ഞങ്ങള്. നീ എന്താന്ന് വെച്ചാ പോയി ഉണ്ടാക്കടാ. ചിരിച്ചോ? നന്നായിട്ട് ചിരിച്ചോ? നീ ആരെ ഉപയോഗിച്ച് ഞങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയോ? അവനെ എന്റെ കയ്യിൽ കിട്ടുമ്പോഴും നിന്റെ മുഖത്ത് ചിരി ഉണ്ടാവണം. നീ പൂട്ടിച്ച ഞങ്ങളുടെ ഹോട്ടൽ ഞങ്ങൾ വീണ്ടും തുറക്കും. അന്ന് നിന്റെ എല്ലാ ചെറ്റത്തരങ്ങളും പുറത്തു വരും. നീയൊക്കെ കെട്ടിപ്പൊക്കിയ ഈ സാമ്രാജ്യം തകർന്ന് വീഴുകയും ചെയ്യും. അപ്പോഴും കാണണം മുഖത്ത് ചിരി. കണ്ടില്ലേ, നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ നിന്റെ മുഖത്ത് ചിരി മാഞ്ഞത്. അതുകൊണ്ട് പറയാ, ഹാപ്പി ആയിട്ട് ചിരിച്ചൊരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചേര്. എന്താന്നറിയോ, ഇനി അങ്ങോട്ട് ചിരി വരുത്താൻ ശ്രമിച്ചാലും വരില്ല. നിനക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല. കുറച്ച് സ്ട്രോങ് ആയി പോയി അല്ലേ? കുഴപ്പമില്ല, അടിച്ചോ. ഡാ, നീ മുട്ടുന്നത് എന്റെ ചേട്ടനോടാ. പക്ഷെ തിരിച്ചടിക്കുന്നത് ഞാനായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. പ്രധാന വാർത്തകൾ. രാജാറാമിന്റെ ഹോട്ടലിലെ വിഷം കലർന്ന ഭക്ഷണം കഴിച്ച കുഞ്ഞുങ്ങളുടെ നില അതീവ ഗുരുതരമായിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രാജാറാമിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതുമാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഹോട്ടൽ എന്നേക്കുമായി അടച്ചു പൂട്ടേണ്ടതായും വരും. എന്ത് പറ്റി ഡോക്ടർ? എന്താ കുട്ടീനെ റിക്കവറാവാത്തെ? ഫുഡിൽ എന്ത് പോയിസൺ ആണ് കലർന്നത്
ആ പോയിസണിൽ എന്തൊക്കെ കെമിക്കൽസ് ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ്സ് ഫലിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ചിലരുടെ കണ്ടീഷൻ ഓക്കെ ആവുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ളവർ വീണ്ടും ക്രിട്ടിക്കൽ ആയിക്കൊണ്ടിരിക്കുക. ബട്ട് എനിവേ ഡൽഹിയിലെ എക്സ്പേർട്സിനെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഡോക്ടർ സർ, ആ സ്പെഷ്യലിസ്റ്റിന് എത്ര ചെലവായാലും കുഴപ്പമില്ല, അത് ഞാൻ ഏറ്റു. ഐ അപ്രീഷിയേറ്റ് യുവർ കൈൻഡ് ഹാർട്ട്. വിൽ ഡു അവർ ബെസ്റ്റ് ടു ബ്രിങ് ദം ഔട്ട്. താങ്ക് യു നോട്ട് എ ഡോക്ടർ. പ്രോബ്ലം. താങ്ക് യു. ഓക്കെ ഓക്കെ എന്നാ വക്കീൽ സാറേ. അയ്യോനെ അവരിപ്പോ പോയതേ ഉള്ളൂ. അത് സാരമില്ല, ഇറ്റ്സ് ഓക്കെ. സാറിനോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. അന്ന് അനാഥാലയത്തിൽ വെച്ച് നടന്ന ഫുഡ് പോയ്സൺ കേസിൽ കുട്ടികൾ കഴിച്ച ആഹാരത്തിൽ എന്തോ അഡൾട്രേറ്റഡ് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെന്ന് ഫുഡ് ഇൻസ്പെക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭക്ഷണത്തിൽ മനഃപൂർവ്വം ആരോ കലർത്തിയതാ. പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ലേ. ആ GK ഇൻവെസ്റ്റിഗേഷൻ മര്യാദയ്ക്ക് നടത്താൻ സമ്മതിക്കണ്ടേ? അത് ചെയ്തത് ആരാണെന്ന് കണ്ടെത്തിയ എല്ലാ സത്യവും പുറത്തു വരും. ഏട്ടൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനും GK എത്രയും പെട്ടെന്ന് ജയിലിലടയ്ക്കാനും അവനെ നമുക്ക് വേണം. ഒരാളുണ്ട്. ആരത്? ഇതാരാ? ഇയാൾ GK ഫുഡ്സിൽ കുറച്ചുനാൾ ജോലി നോക്കിയ സയന്റിസ്റ്റാ. പേര് മഹേഷ്. അവിടെ നടക്കുന്ന മായം ചേർക്കലിനെ പറ്റിയും അതുമൂലം ഉണ്ടാവുന്ന ഹെൽത്ത് പ്രോബ്ലംസിനെ പറ്റി റിസർച്ച് ചെയ്യുന്ന ആളാ. GK ഫുഡ്സ് ബാഡ് ആണെന്ന് ചേട്ടൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോ ആ മഹേഷ് അന്ന് ചേട്ടനെ വന്ന് കണ്ടായിരുന്നു. GKയിൽ നിങ്ങൾ ആരോപിച്ച അലിഗേഷൻസ് എല്ലാം കറക്റ്റാ. അവൻ ചൈനയിൽ നിന്ന് അഡൾട്രേറ്റഡ് പ്രോഡക്ട്സ് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് ആരും അറിയാതെ ഉപയോഗിക്കുന്നുണ്ട്. ചിപ്സിൽ പാം ഓയിലിന് പകരം പാം ഓയിലിന് ഓയിൽ ഉപയോഗിക്കുന്നു. ഇറ്റ് ക്യാൻ ആക്ച്വലി കോസ് ക്യാൻസർ. ചൈനീസ് സോൾട്ടായ അജിനോമോട്ടോ ഉപയോഗിക്കുന്നു. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ബ്രെയിനിന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. സ്ലോലി പെർമനന്റ് ആയി ബ്രെയിൻ ഡാമേജ് ആവും. ഇങ്ങനെയുള്ള GKയുടെ ഓരോ പ്രോഡക്റ്റിന്റെയും റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അതെല്ലാം പൂർത്തിയായ ഉടനെ ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കണ്ടോളാം. അതുവരെ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. GKയുടെ ആളുകൾ എന്നെ അന്വേഷിക്കുന്നുണ്ട് സർ. അതാ പറഞ്ഞത് ഞാൻ നിങ്ങളെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതിനുശേഷം അയാൾ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ കുറെ അന്വേഷിച്ചു നോക്കി, പക്ഷെ ഒരു ഡീറ്റെയിൽസും കിട്ടിയില്ല. എന്റെ ഒരു സംശയം എന്താന്ന് വെച്ചാൽ അവനെ GKയുടെ ആളുകൾ പിടിച്ചോണ്ട് പോയിട്ടുണ്ടാവുന്ന. ഇല്ല സർ, ഫുഡിൽ പോയിസൺ കലർത്തിയവനും ആ സയന്റിസ്റ്റ് മഹേഷും അവരെയാണ് GK പേടിക്കുന്നത്. അവര് രണ്ടുപേരും ജീവനോടെ ഉള്ളതുകൊണ്ട് തന്നെയാ GK ഇപ്പോഴും ഏട്ടനെ ടാർഗറ്റ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആ പോയിസൺ കലർത്തിയവനെ കണ്ടുപിടിക്കണം. അതോടെ എല്ലാ സത്യവും പുറത്തു വരും. പക്ഷെ എന്ത് ചെയ്യാണെങ്കിലും കേസിന്റെ ഫൈനൽ ഹിയറിംഗിന് മുമ്പ് വേണം. നമസ്കാരം മോനെ. നമസ്കാരം. ചെറിച്ച, അന്ന് അനാഥാശ്രമത്തിലേക്ക് ഭക്ഷണം ഉണ്ടാക്കിയതാരാ? ഞാനാ മോനെ. അന്നും പാചകം കഴിഞ്ഞ ഉടനെ എപ്പോഴത്തെയും പോലെ രാജാറാം മുതലാളി ആഹാരം ടേസ്റ്റ് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് ആശ്രമത്തിലേക്ക് ഫുഡ് കൊണ്ടുപോയതാരാ? നമ്മുടെ സായി. ഞാനാണ് സാറേ. അന്ന് പറഞ്ഞോ? അനാഥാലയത്തിലേക്ക് പോകുന്ന വഴി എന്റെ കുഞ്ഞിന് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു സാർ. പിന്നെ ആരാ കൊണ്ടുപോയത്? അത് നമ്മുടെ ബാബുരാജാ. ബാബുരാജ് നമ്മുടെ റെസ്റ്റോറന്റിലെ കാര്യങ്ങളൊക്കെ ഇവനാ നോക്കുന്നത്. നമസ്കാരം. അവൻ നമ്മുടെ ആളാണല്ലോ. അങ്ങനെ ഒരു ചതി അവൻ ചെയ്യും തോന്നില്ല. അല്ലെങ്കിൽ ചോദിക്കാൻ മറന്നു, ഇപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് എങ്ങനെയുണ്ട്? അല്ലാടെ കാരണം കൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സാർ. അന്ന് ഇടിച്ച വണ്ടിയുടെ ആള് തന്നെ എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലാക്കി. ബില്ലും പുള്ളി തന്നെ അടച്ചു. നല്ലൊരു മനുഷ്യനായിരുന്നു സാർ. അറിയാവുന്ന ആളാ? ഏയ്, ഞാൻ ആദ്യമായിട്ട് കാണുക. അയാൾ UP കാരനാണെന്ന് പറഞ്ഞേ. ഒരു ചെറിയ ട്രക്കായിരുന്നു. ആള് നല്ലൊരു ഡ്രൈവറാ സാർ. ഡ്രൈവറോ? അതെ സാർ. അയാളൊന്ന് കാണാൻ പറ്റുമോ? यहाँ एक अमित बोल के कोई है? हाँ सर, वो यही रहता. वो देखो उधर है. अच्छा, अमित. ആ, നിങ്ങളാരെ? ഒരു ആക്സിഡന്റ് കൊട്ടേഷനാ. എന്താ? ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കുകയും വേണം. റേറ്റ് എത്രന്ന് പറ. നിങ്ങൾക്ക് ആള് തെറ്റിയതാണെന്ന് തോന്നുന്നു. ഞാൻ അത്രക്കാരനൊന്നുമല്ല. മാനം മര്യാദയായിട്ട് ജീവിക്കുന്നയാളാ. GK പറഞ്ഞാലേ ചെയ്യുള്ളൂ താൻ. ഏത് GK? എനിക്കൊരു GK അറിയില്ല. നിങ്ങൾ പോയ സാറേ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഒന്ന് പോയേ. അപ്പൊ ബാബുരാജ് പറഞ്ഞാൽ ചെയ്യൂ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ബയൽരാജ് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞിട്ട് കൊല്ലും ഞാൻ അവനെ. വിളിക്കടാ, ഫോൺ ചെയ്യാൻ. സർ, GK സാർ ലൈനിലുണ്ട്. സാറിനോട് എന്തോ സംസാരിക്കണമെന്ന്. GK? ഹലോ മുഖർജി, വിക്കിയോട് നമ്മൾ നേരിട്ട് ഏറ്റുമുട്ടാൻ നിൽക്കണ്ട. കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പ്ലാൻ ചെയ്തടിക്കണം. പ്ലാൻ പറയേ. ഇവിടെ അവനൊരു ഫാമിലി ഉണ്ട്. അവരെ എല്ലാവരെയും അവന് ജീവനാ മുഖർജി. പോരാത്തതിന് അവന്റെ ചേട്ടൻ അവന് ദൈവത്തെ പോലെയും. ഇതാണ് പ്ലാൻ. എന്റെ പ്ലാനും നിന്റെ പകയും ഒരുമിച്ച
ഇര നമ്മുടെ വലയിൽ കുടുങ്ങിയിരിക്കും. ജൽദി അജാവോ, മിൽക്കെ ദേഖ് ലേംഗെ. ഓക്കെ. വെൽക്കം ടു ഹൈദരാബാദ് മുഖർജി. ദുഷ്മൻ കാ ദുഷ്മൻ ഹമാരാ ഖാസ് ദോസ്ത്. കാര്യങ്ങൾ എന്തായി? എക്സ്ക്യൂസ് മീ, ബാബുരാജ് പറയടോ. സാർ, വിക്കി നമ്മുടെ അമിത്തിനെ കണ്ടുപിടിച്ചു സാർ. എന്നെ കുറിച്ച് അവനെല്ലാം പറഞ്ഞു കൊടുത്തു. ആ വിക്കി എന്നെ ഉറപ്പായിട്ടും പൊക്കും സാർ. താൻ പേടിക്കണ്ട. താൻ അവിടുന്ന് സമയം കളയാതെ എങ്ങനെയെങ്കിലും സോസൈറ്റി ടവറിലെത്താൻ നോക്ക്. എന്റെ ആൾക്കാർ പിക്കപ്പ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടാവും. ഇന്ന് രാത്രി തനിക്ക് ദുബായിലേക്ക് പറക്കാൻ ഏർപ്പാട് ചെയ്യാം. സാർ, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം സാർ. ഈര ചൂണ്ടയിൽ കോർത്തു കഴിഞ്ഞു. ഇനിയാണ് ശരിക്കുമുള്ള വേട്ട. വാട്ട്സ് പ്ലാൻ? എടാ റെഡി സാർ, നീ ആ വിക്കിക്ക് ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് ബാബുരാജിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്ക. ഹലോ, നിങ്ങൾ അന്വേഷിച്ചു നടക്കുന്ന ബാബുരാജ് സോസ് ബിൽഡിംഗിലേക്ക് പോയിട്ടുണ്ട്. GKയുടെ ആളുകൾ അവനെ കൊല്ലാൻ കാത്തു നിൽക്കുക. നിങ്ങൾ പെട്ടെന്ന് പോയി അവനെ രക്ഷിക്കണം. നിങ്ങളാരാ? ഞാൻ രാജാറാം സാറിന്റെ ഒരു വിശ്വസ്തനാ. രാജാറാമിന്റെ വിശ്വസ്തനായ സ്ഥിതിക്ക് അത് നമ്മൾ രാജാറാമിനെയും കൂടെ അറിയിക്കണ്ടേ മാമ? മനസ്സിലായി GK. നിക്കടാ. ഹലോ GK സാർ. വിക്കി മോനെ, എന്നെ രക്ഷിക്കണം. ഒരു നല്ല ജീവിതം ആഗ്രഹിച്ചാ ഞാൻ ഇതൊക്കെ ചെയ്തു പോയത്. എന്നെ നീ എങ്ങനെയെങ്കിലും ജീവനോടെ കോടതിയിൽ എത്തിക്കും. ഞാൻ മാപ്പുസാക്ഷി ആയിക്കോളാം. GKയെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ പറയാം. ദൈവത്തെ ഓർത്ത് എന്നെ രക്ഷിക്കണം. നിന്റെ അന്നത്തടിയിൽ എന്റെ മകന്റെ ശരീരത്തുണ്ടായ മുറിവുകളെല്ലാം ഉണങ്ങി. പക്ഷെ കൽക്കട്ടയിൽ വെച്ച് എന്റെ മനസ്സിനേറ്റ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ലടാ.
എന്നൊന്നും ചെയ്യരുത്. ബാബുരാജ്, എടോ ബാബുരാജ്, ബാബുരാജ്. അവന്മാരെ വെറുതെ വിടരുത്. പ്ലീസ് വേണ്ട, എന്റെ ഡാഡി ഒന്നും ചെയ്യരുത്. ഇനി ഞങ്ങൾ ഒന്നിനും പറ്റില്ല. അവനെക്കുറിച്ച് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ ഒന്നും ഇങ്ങോട്ട് വിളിച്ചു വരത്തില്ലായിരുന്നു. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ഭൈരവി അവന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ശരിയില്ലെന്ന് തോന്നി. അതിനെന്റെ മനസ്സനുവദിക്കുന്നില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം. കോർട്ടിലെ എന്റെ കോൺട്രാക്ട്സും ബിസിനസ്സും 100 കോടി രൂപയുടെ വരുമാനം എല്ലാം നീ സ്വന്തമാക്കിയിട്ട് ഇവിടെ വന്ന് നല്ലവനെ പോലെ അഭിനയിക്കുകയാണല്ലേ? വിക്കി, എന്താടാ ഇതൊക്കെ? നിന്നെ കുറിച്ച് നിന്റെ ഏട്ടൻ എന്തൊക്കെയോ പറയുന്നു. കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് ഭൈരവിയുടെ വീട്ടുകാരെയും പറഞ്ഞയച്ചു. അവര് നമ്മളെ വിശ്വസിച്ചാ വന്നു പോനെ, അല്ലാതെ ഇവനെ അല്ല. എന്താടാ ഇത്? ഞാൻ കാണുന്ന ഈ വിക്കിയാണോ സത്യം? അതോ ഏട്ടൻ പറയുന്ന വിക്കിയാണോ സത്യം? രണ്ടും ഒന്ന് തന്നെയാണ് ഏട്ടത്തി. രണ്ടും ഞാൻ തന്നെ. ഏട്ടൻ പറഞ്ഞതുപോലെ ഞാൻ മാറിയിട്ടില്ല എന്നുള്ളത് സത്യമാ. ഭൈരവിയെ സ്നേഹിച്ചു എന്നുള്ളതും സത്യമാ. നിങ്ങളെല്ലാം കൂടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചതും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് കരുതിയതും സത്യമാ. അപ്പൊ ഞാനിന്ന് എന്റെ കണ്ണുകൊണ്ട് കണ്ടൊന്നും സത്യമല്ലേ? അല്ല ഏട്ടാ, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഏട്ടൻ കാണുന്ന പോലെ ഞാൻ ഈ ലോകത്തെ കാണണമെന്ന് ഏട്ടൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്റെ കാഴ്ചപ്പാട് വേറെ ഏട്ടാ. കണ്ണിന് പകരം കണ്ണും ചോരയ്ക്ക് പകരം ചോരയും അടിയിടിയും വെട്ടും കുത്തുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ലോകം എന്റേത്. ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കണോ നീ? ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന് പറയാൻ ശ്രമിച്ചതാ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞ് ഏട്ടൻ വേദനിക്കുമെന്ന് കരുതിയാ ഞാൻ കള്ളം പറഞ്ഞേ. ഏട്ടന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ ഞാൻ വിഷമിക്കുമെന്ന് കരുതിയല്ലേ എല്ലാരെ കൊണ്ടും എന്നോട് കള്ളം പറയിച്ചത്. രണ്ടുപേരും സത്യം മറച്ചു വെച്ചവരാ. എടാ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി പറയുന്ന കള്ളത്തിന് സത്യത്തെക്കാൾ വിലയുണ്ട്. നിന്റെ ചെയ്തികൾ നീ എങ്ങനെ ന്യായീകരിച്ചാലും അതൊന്നും ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ വീട്ടിൽ എനിക്ക് സ്ഥാനം കിട്ടുമായിരുന്നു ഏട്ടാ. ഏട്ടന്റെ നല്ല മനസ്സും സത്യസന്ധതയും ഇന്നത്തെ ഈ ലോകത്ത് വില പോകുമെന്ന് വിചാരിക്കരുത്. ലോകമാകെ മാറിപ്പോയേട്ടാ. ഒരു കാലത്ത് കൈ ചേർത്ത് പിടിക്കുന്നവനായിരുന്നു വില. ഇപ്പോഴത്തെ കാലത്ത് കയ്യൂക്കുള്ളവനാ വില. പണ്ടൊക്കെ തെറ്റ് തെറ്റാണെന്ന് തെളിയിക്കാനായിരുന്നു സാക്ഷികൾ വേണ്ടത്. പക്ഷെ ഇന്ന് സത്യം സത്യമാണെന്ന് തെളിയിക്കാനാണ് അതിന്റെ ആവശ്യം വരുന്നത്. മാറണോ ഏട്ടാ? നമ്മുടെ ഈ ലോകം മാറുമ്പോ നമ്മളും മാറണ്ടേ? മാറാത്തവരൊക്കെ നീ കൊല്ലൂടാ. ഈ വീടിനൊരു അന്തസ്സുണ്ട്, നമ്മുടെ കുടുംബത്തിനൊരു പാരമ്പര്യമുണ്ട്. അതില്ലാതാക്കുന്നവർക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇറങ്ങി പോടാ അവിടുന്ന്.
എടാ മോനെ എന്താ ഏട്ടാ എന്തൊക്കെയാ പറയുന്നത്? ജീവിതം മുഴുവൻ നാടിന്റെ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചവനാ ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഇവനെ പോലൊരുത്തനെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കണമെന്നാണോ? ഇറങ്ങി പോവാൻ പറവനോട്. ഞാൻ എന്തിനു പോണം? ഞാൻ പോവില്ല എന്ന് പറഞ്ഞേക്ക്. ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഏട്ടന് ഹോമങ്ങൾ നടത്താം, എന്റെ നന്മയ്ക്ക് വേണ്ടി അമ്പലങ്ങൾ തോറും വഴിപാട് നടത്താം. പക്ഷെ ഈ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ മാത്രം ഞാൻ ഉണ്ടാവാൻ പാടില്ല. എന്താ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇടപെട്ടൂടെ? ഇടപെടാം. അതിനു മുമ്പ് നീ സത്യസന്ധനായിരിക്കണം, ആരെയും വേദനിപ്പിക്കാത്തവനായിരിക്കണം. ഞാൻ എപ്പോഴും ഈ വീട്ടിലുള്ളവരുടെ സുഖവും സന്തോഷവും അല്ലാതെ അവകാശത്തെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇനി ഒരിക്കലും ഞാൻ ചിന്തിക്കുകയില്ല. അങ്ങനെ ഒരു അവകാശം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളാം. ഏട്ടാ അവനെ വിളിക്കും. ഇത്രയും നാളും ഞാൻ വിചാരിച്ചത് ഞാനിവിടെ ഉള്ളതാ ഏട്ടന് സന്തോഷം എന്നാ. പക്ഷെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാലേ ഏട്ടന് സന്തോഷം കിട്ടൂന്ന്. ഒരു സെക്കൻഡ് പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. ഇത്രയും കാലം ഞാനില്ലാതെ ജീവിച്ച് നിങ്ങൾക്ക് ശീലമായതല്ലേ? തനിച്ച് ജീവിച്ച് എനിക്ക് ശീലമായിട്ടത്. കഴിക്കുമ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരേണ്ടത്. കഥനമൊരു പിടി കല്ലാകുന്നു, അഭയം എങ്ങാണോ. എന്താ ചെറിയ എന്ത് പറ്റി? കുഞ്ഞുങ്ങൾക്ക് സുഖമില്ല, വേറെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും പറഞ്ഞ് രാവിലെ ഫോൺ വന്നു. ഞാനും രാജാറാമും പെട്ടെന്ന് അങ്ങോട്ട് പോയി.
അവിടെ ചെന്ന് നോക്കിയപ്പോ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ആരൊക്കെയോ ചിലര് കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ തടയാനാവുന്നത് ശ്രമിച്ചു നോക്കി, പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മുടെ രാജാറാമിനെ അവർ കൊണ്ടുപോയി പൂവനമോളെ. എനിക്ക് തോന്നുന്നത് ഇതാ ജീക്കയുടെ കളിയായിരിക്കുന്ന. ഏട്ടത്തിയുടെ മിസ് കോൾ എടുക്കുന്നല്ലോ. ഏട്ടത്തി മോനെ വിക്കി, ഇന്ന് നിന്റെ ഏട്ടന്റെ കേസിന്റെ ഹിയറിംഗ് ആണ്. ഫൈനൽ ഹിയറിംഗ്. നിന്റെ സഹായം വേണോടാ. ഏട്ടത്തി, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഏട്ടനെവിടെ? അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറഞ്ഞുതരാം. നീ ആദ്യം അകത്തേക്ക് വാ. വിക്കി, അകത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പറയുന്നത് വരെ നീ റിയാക്ട് ചെയ്യാൻ പാടില്ല. കേട്ടല്ലോ? വാ. പാപ്പാറാവ്, എന്റെ ഭർത്താവ് എവിടെ? പറഞ്ഞു കൊടുക്കുക കമ്മീഷണർ സാറേ. കോടതി ശിക്ഷിക്കുമെന്ന് പേടിച്ച് അയാൾ നാട് വിട്ട് പോയിട്ടുണ്ടാവും. അറസ്റ്റ് വാറണ്ട് കിട്ടിയാൽ ഉടനെ എവിടെയുണ്ടെങ്കിലും അയാളെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. നിങ്ങൾക്കിനി മതിയായില്ലേ? കുട്ടികളുടെ ജീവൻ വെച്ച് വില പേശി ഹോസ്പിറ്റലിലേക്ക് വരുത്തി ചെറിയച്ഛനെ അടിച്ചു വീഴ്ത്തി അദ്ദേഹത്തെ കൊണ്ടുപോയത് ജീക്കയല്ലേ? പോലീസ് അവിടെ ഉണ്ടായിട്ടും അവരൊന്നും ചെയ്തില്ലെങ്കിൽ അതിന്റെയൊക്കെ പിന്നിൽ നിങ്ങളല്ലേ? മര്യാദയ്ക്ക് പറഞ്ഞു പാപ്പാറാവു, എന്റെ ഏട്ടൻ എവിടെയുള്ളത്? ഇന്ന് GK കേസിൽ ജയിച്ചിരിക്കും. കാണാതായ നിങ്ങളുടെ ഭർത്താവ് ഏതെങ്കിലും റെയിൽ പാളത്തിൽ തലവച്ച് ചത്ത് കിടക്കുന്നുണ്ടാവും. രാജാറാമനേതായാലും ആൺതരിയില്ലല്ലോ. കൊള്ളി വയ്ക്കാനായിട്ട് അവന്റെ അനിയനോട് റെഡിയായിട്ടിരുന്നോളാൻ പറ. നീ എന്തു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. കോടതിയിൽ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അദ്ദേഹം എവിടെയായാലും ശരി, 10:30 ഹൈക്കോർട്ടിൽ ഹാജരാക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹം ഈ കേസിൽ തോറ്റുപോയാലും ഞാൻ സഹിക്കും. പക്ഷെ അദ്ദേഹം ഒളിച്ചോടി പോയിന്ന് പറഞ്ഞ ഞാനത് സഹിക്കില്ല. ജഡ്ജി സാർ എത്തി മാഡം. സാറിനെ ആണെങ്കിൽ കാണുന്നുമില്ല. എനിക്കാകെ ടെൻഷനാകുന്നു. വക്കീല് പേടിക്കണ്ട, അദ്ദേഹം വന്നിരിക്കും. എന്റെ അനിയൻ വിക്കി കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചിരിക്കും. ഏട്ടാ, എണീക്കേട്ടാ.
ഏട്ടാ ഇനി നീയൊക്കെ അവിടുന്ന് അനങ്ങിയ ഇവിടെ ഓരോ ജീവനായി പോയിക്കൊണ്ടിരിക്കും. വാടാ. വാ. വാടാ. വാ. വരാൻ. ദാ, ഈ പിള്ളേരെ എല്ലാം കൊല്ലൂടാ. വാടാ. വിടരുത്. വിടരുത് അവന്. എന്താ വക്കീൽ സാറേ, രാജാറാം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം? എന്തിനാ വെറുതെ മെനക്കെടുന്നത്? ഹലോ മാഡം, പേടിച്ചോടിയവൻ എവിടുന്ന് വരാനാ? വെറുതെ വന്ന് ഷോ കാണിക്കുക. ഇനി രക്ഷിക്കടാ പിള്ളേരെ, നിന്റെ ഏട്ടനെ. എന്റെ പ്ലാനിനെതിരായിട്ട് ഇനി നീ കളിക്കില്ലടാ. നിന്റെ ഏട്ടനെ തീർക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആളെ ഇറക്കിയപ്പോ അവിടെ നീ രക്ഷകനായി വന്നു. അന്നാ യാഗം നടന്നപ്പോ നിന്റെ ചേട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെ മൊത്തം ഫാമിലിയും തീർക്കാനിരുന്നതാ. അവിടെ നീ രക്ഷകനായി വന്നില്ലേ? തന്റെ മരണം എവിടെ നിന്ന് വരുമെന്ന് തനിക്കും അറിയില്ല. എന്റെ ഏട്ടന്റെയും കുടുംബത്തിന്റെയും കൂടെ ഞാനുള്ളപ്പോ ആരുടെയും മുഖത്തെ ചിരിമായില്ല എന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ച് ഞാൻ മുടക്കിയ കല്യാണം നീ നടത്തി കൊടുത്തില്ല. 2 ദിവസത്തിനുള്ള എൻഗേജ്മെന്റ് നടത്താന്ന് പറഞ്ഞ് വിളിച്ചു. ആ മുഖർജിയെ വരുത്തി ബാബുരാജിനെ തീർത്തപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ ഏട്ടനും അനിയനും ഇടയിലുള്ള വീക്കസ്റ്റ് പോയിന്റ് എന്താണെന്ന്. രക്ഷിക്കടാ, ഇപ്പൊ രക്ഷിക്ക. നിന്റെ ഏട്ടനെ രക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ, നിന്നെ ആര് രക്ഷിക്കുമെന്ന് കാണട്ടെ. നീയട ശരി. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതരുത്, അതുപോലെ കഴുത്തറക്കാൻ വരുന്നവനോട് ധർമ്മവും പറയരുത്. ഇന്ന് കോടതിയിൽ ഫൈനൽ ഹിയറിംഗ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഹാജരായില്ല എന്നുണ്ടെങ്കിൽ രാജാറാം തനിക്ക് ശിക്ഷ കിട്ടുമെന്ന് പേടിച്ച് ഈ നാട്ടിൽ നിന്ന് മാത്രമല്ല ഈ രാജ്യം തന്നെ വിട്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൊച്ചേ, രാജാറാം ഇനി വരില്ല, അവൻ നാട് വിട്ടു. ബ്രേക്കിംഗ് ന്യൂസിൽ അലക്കിക്കോ. മൈലോഡ്, കോടതിയിൽ കുറ്റാരോപണത്തെക്കാൾ തെളിവുകൾക്കാണ് പ്രാധാന്യമെന്ന് അഡ്വക്കേറ്റ് മറന്നുപോയെന്ന് തോന്നുന്നു. തെളിവുകളുണ്ട് മൈലോഡ്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇതിലുണ്ട്. എന്റെ പേര് ബാബുരാജ് എന്നാണ് സർ. ആ ജിക്ക് എനിക്ക് ഓഫർ ചെയ്ത പണം മോഹിച്ച് അനാഥാലയത്തിലേക്ക് കൊണ്ടുപോയ ഫുഡില്
വിഷം കലർത്തിയത് ഞാനാ സാർ. ആ രാജാറാം സാറിന് ഒന്നും അറിയില്ല. ഇതെന്റെ മരണമൊഴിയായിട്ട് എടുക്കണം സാർ. മൈ ലോർഡ്, എന്റെ പേര് മഹേഷ്. JK ഫുഡ് ഫാക്ടറിയിൽ ഞാൻ സയന്റിസ്റ്റായി ജോലി ചെയ്തിരുന്നു. ആ പ്രോസസിംഗ് യൂണിറ്റിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാ പ്രോഡക്ട്സും വ്യാജനാണ്. അതിൽ കലർന്നിട്ടുള്ള കളറിംഗ് ഏജന്റും കൃത്രിമമാണ്. ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിലേക്ക് അയച്ചപ്പോൾ ആ റിപ്പോർട്ടും മാനിപ്പുലേറ്റ് ചെയ്തു. അവരെയും ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത് മൈ ലോർഡ്. അതിനെതിരെ പറഞ്ഞതിന് എന്നെയും എന്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. മൈലോഡ്, ഇതൊക്കെ എന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനോ ഷെയർ വാല്യൂ വർദ്ധിപ്പിക്കാനോ എന്റെ ബ്രാൻഡ് ഇമേജ് കൂട്ടുവാനോ വേണ്ടി ചെയ്തതല്ല. നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഫൈറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല യുവർ ഓണർ. ഈ നിൽക്കുന്ന രാജാറാം തന്റെ കോമ്പറ്റീറ്ററായ JK സാറിനോടുള്ള പേഴ്സണൽ വെഞ്ചൻസ് തീർക്കുകയാണ്. എന്താ സാറേ പേഴ്സണൽ? JK ഫുഡ് പ്രോഡക്ട്സ് കഴിച്ച 100 കുട്ടികൾക്ക് ക്യാൻസർ വന്നതാണോ പേഴ്സണൽ? അതോ അത് ചോദിച്ചതാണോ പേഴ്സണൽ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി നിന്ന് പറയാം. മൈ ലോർഡ്, വാട്ട് വി ഈറ്റ് ഇസ് വാട്ട് വി ആർ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഷമാവരുത്. ഇന്നൊരമ്മയ്ക്ക് മുലപ്പാൽ ഉണ്ടാവാൻ കൊടുക്കുന്ന മെഡിസിൻ മുതൽ കുട്ടികൾ കൊതിയോടെ വാങ്ങി കഴിക്കുന്ന ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് സിറപ്സ് എന്ന് വേണ്ട പിസാസിലും ബർഗേഴ്സിലും വരെ വിഷം കലർത്താൻ ഒരു മടിയില്ലാത്തവരാ ഇവന്മാര്. നേച്ചർ ഐഡന്റിക്കൽ ഫ്ലേവേർഡ് സബ്സ്റ്റൻസ്, തിക്നസ്, പ്രിസർവേറ്റീവ്സ്, എമൽസിഫയേഴ്സ് തുടങ്ങിയ എല്ലാത്തിന്റെയും വാല്യൂസ് ചെറിയ ചെറിയ അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്ത് കാലങ്ങളായി പറ്റിക്കുക സാർ ഇവർ. ഈ പാക്കേജ് ഫുഡും ഫാസ്റ്റ് ഫുഡും കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് അല്ല സാർ, കെമിക്കൽസ് ആയിരിക്കും സർക്കുലേറ്റ് ചെയ്യുക. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഇത്തരം കമ്പനീസ് എല്ലാം അടച്ചുപൂട്ടി ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നവനെയൊക്കെ തൂക്കിക്കൊല്ലാൻ ഇവിടെ നിയമം ഭേദഗതി വരുത്തണം സാർ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അടുത്ത തലമുറ നമ്മുടെ കൺമുന്നിൽ തന്നെ മൊരടിച്ചു പോകുന്ന കാണേണ്ടി വരും. നെക്സ്റ്റ് ജനറേഷന് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കലർപ്പില്ലാത്ത ആഹാരം വിളമ്പിയ ബാക്കി അവരങ്ങ് ജീവിച്ചോളും സാറേ. മൈ ലോർഡ്, ഇതുപോലുള്ള ഫീച്ചേഴ്സിലേക്ക് ജനങ്ങൾ മാറില്ല. എന്താണോ പ്രഭാകര താനീ പറയുന്നത്? അയാൾ സംസാരിക്കുന്ന അയാൾക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ ഭാവി തലമുറയ്ക്കും വേണ്ടിയാ. താൻ എന്നും കേസ് ജയിച്ച് പണമായിട്ടല്ലേ വീട്ടിലേക്ക് പോവാറ്? ഈ കേസ് ജയിച്ചാൽ താൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പണമായിരിക്കില്ല, രോഗങ്ങളായിരിക്കും. രാജാറാം ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഭരണാധികാരികൾ ശ്രമിച്ചിരുന്നെങ്കിൽ ആ ഒരൊറ്റ കാരണത്താൽ തന്നെ നമ്മുടെ നാട് എന്നേ നന്നാകുമായിരുന്നു. ഈ കേസിൽ കുറ്റം തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ JK കമ്പനി സീൽ ചെയ്യാനും അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും നശിപ്പിച്ചു കളയാനും പോലീസിനോട് ഈ കോടതി ഉത്തരവിടുന്നു. രാജാറാം നിരപരാധിയാണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്യുന്നു.